കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ഇരുന്നപ്പോൾ പരിശുദ്ധ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, അപ്പോസ്തലിക മാൻഡൽ ഞാൻ ഒന്നുകൂടെ റീആക്ടിവേറ്റ് ചെയ്യുവാൻ പോവുകയാണ്. നിങ്ങൾ കേട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോസ്തലിക മാൻഡൽ റീആക്ടിവേറ്റ് ചെയ്യുവാൻ ഒന്നുകൂടെ അതിനെ പ്രവർത്തന സജ്ജമാക്കുവാൻ ദൈവം പോകുന്നു എന്ന് എന്നോട് പട്ടണത്തോട് വിളിച്ചു പറയുവാൻ, ദൈവജനത്തോട് വിളിച്ചു പറയുവാൻ, രാജ്യങ്ങളോട് വിളിച്ചു പറയുവാൻ, സഭകളോട് വിളിച്ചു പറയുവാൻ പരിശുദ്ധ ആത്മാവ് എന്നോട് പറഞ്ഞു. ഈ കൂട്ടം വലിയ കൂട്ടമല്ല എന്ന് ചിലപ്പോൾ എനിക്കോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, കുന്നംകുളത്തോടുള്ള പ്രവചനം മീറ്റിംഗ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്ന ഒരു വലിയ രോഗികളുടെ കൂട്ടം പോലെ കുന്നംകുളത്തെ എല്ലറയുടെ മീറ്റിംഗിന്റെ തുടക്കം വാർഡ് ഡോറുകൾ തുറപ്പാൻ വേണ്ടി രോഗികൾ പട്ടണങ്ങളിൽ നിന്ന്, ഊരുകളിൽ നിന്ന്, അയൽ ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന്, സ്റ്റേറ്റുകളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് ഇതാ കടന്നു വരുന്നു. വിശ്വാസത്താൽ പ്രൊഫറ്റിക്കൽ ഒരു മാന്റലിൽ നിന്നുകൊണ്ട് ഞാനത് വിളിച്ചു പറയുന്നു, അത് സംഭവിക്കും. ഈ പ്രവാചകന്മാരുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. പ്രവാചകന്മാർ അവന്റെ സാഹചര്യത്തിന് എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും പറയുക. കിട്ടിയില്ലെന്ന് തോന്നുന്നു. പ്രവാചകന്മാർ എപ്പോഴും അവിടെ സറൗണ്ട് സിസ്റ്റത്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും പറയുക. ശമരിയെ വന്ന് ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോ ശമരിൽ മുഴുവൻ ഭയങ്കര ക്ഷാമൊക്കെ വന്ന് അങ്ങനെ നിൽക്കുമ്പോ പ്രവാചകന്റെ അടുക്കൽ പ്രവാചകൻ പറയാണ്, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കലിന് 2 സെയ യവവും ശേക്കലിന് 1 സെയ ഗോതമ്പും വിൽക്കപ്പെടും. രാജാവ് അയച്ച ആ മനുഷ്യൻ ഭയങ്കര റാങ്കുള്ള, ഹൈ റാങ്കുള്ള, ഭയങ്കര ഹയർ ലെവലിൽ നിൽക്കുന്ന, നമുക്ക് പറഞ്ഞ സൂപ്രണ്ട് പദവിയിലൊക്കെ നിൽക്കുന്ന ഒരു ഡിസ്ട്രിക്ട് പാസ്റ്റർ ലെവലിലൊക്കെ നിൽക്കുന്ന, ഞാനത് ഒന്ന് പെന്തക്കോസുമായിട്ട് കണക്ട് ചെയ്താണ് കേട്ടോ. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറയാണ്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും അത് നടക്കത്തില്ലെന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നാൽ നീ അത് കാണും, നീ അത് അനുഭവിക്കത്തില്ല. പട്ടണത്തിൽ കാണുന്നവരുണ്ട്, പട്ടണത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ പ്രവചിക്കുന്നു, പട്ടണമേ, ദേശമേ, എന്റെ മേൽ സ്വർഗം തുറന്നിരിക്കുന്നു. ഈ ശുശ്രൂഷയുടെ മേൽ, മിനിസ്ട്രിയുടെ മേൽ സ്വർഗം തുറന്നിരിക്കുന്നു. ഈ ജനത്തിന്റെ മേൽ ആകാശത്തിന്റെ കിളിവാതിലുകൾ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവരത് കാണും, ഇവർ അത് അനുഭവിക്കും. പ്രവാചകന്മാരുടെ പൊതു സ്വഭാവമാണ്, നിങ്ങൾ മഴ കാണത്തില്ല, കാറ്റ് കാണത്തില്ല, പക്ഷേ നിങ്ങൾ കുഴിച്ച കുഴിയിൽ ജീസസ് പ്രൈസ് ദി ലോർഡ്. വീണ്ടും പ്രവാചകൻ പറയുകയാണ്, നീ കടബാധിതനാണോ? ഒരു കാര്യം ചെയ്യേ, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ജാറിൽ ഒരു ചെറിയ അളവ് ലിറ്റിൽ ഓയിൽ, ഒരു കുറച്ച് ഓയിൽ ഉണ്ട്. എന്ന് നീ നിന്റെ പരിസരത്തൊക്കെ പോയി വലിയ പാത്രങ്ങൾ, ചെമ്പ്, ചരക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോവാ, എന്നിട്ട് അത് ഒഴിക്കുക. പ്രവാചകന്മാർ മനുഷ്യൻ നോർമൽ ലെവലിൽ നിൽക്കുന്നവനെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പലതും പറയുമ്പോൾ ഭ്രാന്തനെന്നും പിശാച് എന്നൊക്കെ പലരും വിളിച്ചു പറയുന്നത്, എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകൻ അവൻ ആത്മമണ്ഡലത്തിലായതുകൊണ്ട്, ആത്മപൂർണനായതുകൊണ്ട്, അവന്റെ കാതുകൾ ദൈവിക ശബ്ദവുമായി കണക്റ്റായി നിൽക്കുന്നത് കൊണ്ട്, അവന്റെ കണ്ണുകൾ ദൈവത്തിന്റെ സാന്നിധ്യവുമായി കണക്റ്റായി നിൽക്കുന്നതുകൊണ്ട്
ലോകത്തിന്റെ മനുഷ്യർ കാണുന്നത് പോലെയല്ല അവൻ കാണുക. ഒന്നേ കടം വന്ന് നാട്ടുകാർ തല്ലുന്ന കൊല്ലുന്ന പിടിച്ചുകൊണ്ടാവുന്ന കണ്ടീഷനിലേക്കാണ്. അന്നേരം പോയിട്ട് ഇനി വല്ല ഒരു നമ്മുടെ കുന്നോളം ഭാഷ പറഞ്ഞ ഒരു ചെറിയ കരണ്ടി പോലും ആരും തരത്തില്ല അല്ലെ. ഒരു സ്പൂൺ പോലും ആരും തരുമോ? ഒന്നേ ഇവൻ മേടിച്ച പൈസ തന്നിട്ടില്ല, ഇനിയും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും തരുമോ യേശനെ? പക്ഷെ പരിശുദ്ധാത്മാവ് പറയും തരുന്ന്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു ഒരു വലിയ എമൗണ്ട് നിങ്ങൾക്ക് തരും. അതിന്റെ സെറ്റിൽമെന്റുകൾ നടക്കും നിങ്ങളുടെ ഭൂമിയുടെ മേൽ. ഞാൻ അതിന് ആസ് എ പ്രോഫിറ്റ് ഓഫ് ഗോഡ് അൺലോക്ക് ചെയ്യാണ്, തുറക്കുകയാണ്. കണക്ട് ആവുക, റിസീവ് ചെയ്യുക. ഈ പ്രവാചകന്മാര് ഇവന്മാർക്കൊന്നും വിവരമില്ലെന്ന് തോന്നുന്ന, വിവേകില്ലെന്ന് തോന്നുന്ന ചില സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചിലർ പ്രവാചകന്മാരെ നോക്കി വിവരം കെട്ടവനെന്നും. ഞാനിതൊന്ന് പ്ലാൻ ചെയ്യാറുണ്ട്, പ്ലാൻ ചെയ്ത സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു പുള്ളിക്കാരത്തി കമ്പ് പറക്കുകയാണ്, ഒരു പുള്ളിക്കാരത്തി ചുള്ളിക്കമ്പ് പറക്കുകയാണ്. അന്നേരം ഈ പ്രവാചകൻ പോയിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുണ്ട്, അപ്പം ഉണ്ടാക്കി തരണം. അപ്പൊ ഈ പുള്ളിക്കാരൻ പറയാ എന്റെ വീട്ടിൽ ആകെ ഒരല്പം ആപ്പിൾ, അത് തിന്നിട്ട് ഞാൻ എന്റെ കുഞ്ഞും ചാവാൻ പോവാ. പ്രവാചകൻ ഉടൻ തന്നെ അടുത്ത ആദ്യം നീ എനിക്ക് കൊണ്ടുപോവാ, പിന്നെ നീ ആ ക്ഷാമം തീരുവോളം 3.5 വർഷം അവളും മരിക്കാൻ പോയ അവളുടെ കുഞ്ഞും അവളുടെ ബന്ധുമിത്രാദികളൊക്കെ കുശാലായിട്ട് 3 നേരം മൃഷ്ടാജബോധനം അടിച്ചു. എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ബന്ധുക്കൾ കൂടി ഉണ്ടാവും. നമ്മുടെ കുന്നംകുളം ഭാഷയിൽ പറഞ്ഞ കളി നന്നാകുമ്പോഴാണല്ലോ അളിയൻ, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ പുള്ളിക്കാരത്തിന്റെ വീട്ടിൽ അപ്പം ഉണ്ടോന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ മൂത്തുമ്മാടെ മോള് വരെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്റെ മേൽ ദൈവം ഒരു ഉറവയെ തുറന്നാൽ നിന്നെ തിരിഞ്ഞു നോക്കാത്തവർ, നിനക്കെതിരെ അപവാദം പറഞ്ഞവർ, നിനക്കെതിരെ കല്ലെറിഞ്ഞവർ നിന്റെ ഭവനത്തിൽ ക്യൂ നിൽക്കുവാൻ പോകുകയാണ്. I receive it. പ്രാപിക്കേണ്ടവർ പ്രാപിച്ചോ. I prosmeniantana Ramana Santa I prosakatama. ചിലവരൊക്കെ നിന്നെ ആരാടാ പ്രവാചകനാക്കിയ അങ്ങനെയൊക്കെ ചോദിക്കണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇത് പറയില്ലല്ലോ. ഇത് കർത്താവിനോട് ചോദിച്ചു. അപ്പൊ കർത്താവ് കൊണ്ട് വന്നിട്ട് പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം അതും മനുഷ്യരിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ? ഇവന്മാര് പെട്ടുപോയി. 2 പറഞ്ഞാലും ഇവന്മാര് പെടും. ഒരു നാണയം എടുത്തു പറഞ്ഞു, ഇത് കൈസറുടേതോ? ഈ മേലെഴുത്താര് ഇത് കൈസറുടെ. ദൈവത്തിനുള്ളത് ചിലത് ദൈവത്തിനുള്ളതാ. നീ എത്ര അതിനെ തല്ലിക്കെടുത്താൻ നോക്കിയാലും, എത്ര ചവിട്ടി താഴ്ത്തിയാലും, എത്ര അപവാദം പറഞ്ഞാലും, എത്ര നശിപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവം ചിലതിന്റെ മേൽ ചില മേലെഴുത്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അത് ഫങ്ഷൻ ചെയ്യും. അത് നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ അത് സംഭവിക്കും. ഒരു ഭയങ്കര ഞാൻ നോക്കുമ്പോ ട്രാവലർ പോലത്തെ ഒരു വണ്ടി, ലൈവ് ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു. ഒരു ട്രാവലർ പോലത്തെ ഒരു വണ്ടിയിൽ മുഴുവൻ സിസ്റ്റങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പിക്ചർ പരിശുദ്ധ ആത്മാവ് ശിഷ്ടപ്രദനെ കാണിക്കുന്നു. അതിനെ പ്രാപിക്കുക. നിന്നെ പരിശുദ്ധ ആത്മാവ് അപ്ഡേറ്റ് ചെയ്യുമെന്ന് ആത്മാവിനോട് പറയുന്നു. നീ ചിന്തിക്കാത്ത ഒരു മേഖലയിൽ നിന്നെ കൊണ്ട് ദൈവം കൈവെപ്പിക്കും.
നിനക്ക് പരിചയമില്ലാത്തതും നീ പരിചയിച്ചിട്ടില്ലാത്തതും നിനക്ക് അറിയാത്തതുമായ ഒരു മേഖല ദൈവം നിന്റെ മേൽ തുറന്നു തരും. 24 അവസാനം 25 കയറുമ്പോൾ നിന്റെ മേലൊരു തൂവൽ ഞാൻ കാണുന്നു. സംഭവിക്കും. ഈ പ്രവാചകന്മാരുടെ മേലൊക്കെ മാൻഡൽ ഇറങ്ങി കഴിഞ്ഞാൽ നേരം വെളുക്കോളം അവന്മാർ അവിടെ കിടന്ന് പ്രവചിക്കും. ഇല്ലാന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ ബൈബിളിലുണ്ട്. നേരം വെളുക്കോളം പ്രവചിച്ച് അവർ വസ്ത്രമൊക്കെ നീങ്ങിപ്പോയി എന്നാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെ, ഞാൻ അങ്ങനെ വസ്ത്രം നീങ്ങി പോകുന്നല്ല പറയുന്നത്. നേരം വെളുക്കോളം പ്രവചിച്ചു. നേരം വെളുക്കോളൊക്കെ പ്രസംഗിക്കും കേട്ടോ. പൗലോസ് പ്രസംഗിച്ചപ്പോ ഒരുത്തൻ നൈസായിട്ടൊന്ന് ഉറങ്ങിയപ്പോ താഴെ വീണു. പൗലോസ് അവനെ മേലും തഴുകിയപ്പോ അവൻ യൂത്തിക്കോസ് എഴുന്നേറ്റ് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പ്രവചിക്കുകയാണ്, എൻ്റെ പട്ടണത്തിൽ അങ്ങനെ അസാധാരണമായ ഡോറുകൾ ഓപ്പൺ ആകും. നിന്റെ പട്ടണത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ സഭയിൽ, നിന്റെ സഭയിൽ, നിന്റെ സഭയിൽ, നിന്റെ സഭയിൽ, നിന്റെ ശുശ്രൂഷയിൽ അപ്ഗ്രേഡിംഗ് സംഭവിക്കുന്നു. ഉയർന്ന അളവിലേക്ക് ഇതാ കയറി വരുന്നു. ഓ ശകത ലാംസേനിയാൻ തറമനസോ ബറാകാസ്മേനിയാൻ തോലോറോബോസേകെ ഐബ്രോസ്മേനിയാൻ തെരേരേബോ ശകത. പ്രാർത്ഥനാ മുറിയിൽ ദൈവം വചനം തരുമ്പോൾ അറിയാം, ഇതിൻ്റെ അകത്ത് കടന്നു വന്ന സകലരും ഇതുമായി കണക്ട് ചെയ്യാനുള്ളവരാണ്. ഇവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ളവരാണ്. നീ വെറുതെ വന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വരില്ല എന്ന് വിളിച്ചു പറഞ്ഞവർ പോലും ഇതിനകത്തിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് വരുന്ന ആളാണല്ലോ. പറഞ്ഞു വരില്ല, ഇന്ന് വരില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആളിനകത്ത് വന്നിരിക്കുന്നുണ്ട്. കാരണം ആൾക്കുള്ള ദൂത് ഇതിന്റെ അകത്തുണ്ട്, അവർക്കുള്ള ദൂത് ഇതിനകത്തുണ്ട്. ഈ ദൂത് പ്രാപിക്കാതെ പോകാൻ ദൈവം അവരെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദേശമേ ഒരു കാറ്റടിക്കും, ഒരു കാറ്റ് അസാധാരണമായ വേഗതയിൽ ഈ കാറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ആത്മാവിനെ കാണിക്കുന്നു. ഈ കൂടാരത്തിന്റെ കുറ്റികൾ പറഞ്ഞു പോകുന്ന പോലെ കുറ്റികൾ പറഞ്ഞു പോകുന്ന ആത്മാവിനെ കാണിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടാരങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം സേഫായി നിൽക്കട്ടെ. ഈ കുറ്റി കൊളുത്തൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി ഒന്നാകും. പിന്നെ ഇതിന് അതിർവരമ്പുകളില്ല. അങ്ങനെ പട്ടണത്തിൽ സംഭവിക്കും. ഞാൻ അതിന് അക്ഷരികമായി പറഞ്ഞൊരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആത്മീകമായി പറയാണ്, വിഭാഗിത ഉടഞ്ഞു പോകും. അക്ഷരികമായി സംഭവിച്ചു കഴിയുമ്പോൾ ആത്മീയമായി പല പല പേരുകളിലുള്ള കൂടാരങ്ങളുടെ കുറ്റികളും കൊളുത്തുകളും അതിന്റെ ബൗണ്ടറികളൊക്കെ പൊളിഞ്ഞ് ജനം ഭയന്ന് ഒരുമിച്ച് പട്ടണത്തിനു വേണ്ടി മുഴങ്കാൽ മടക്കുന്ന ഒരു സമയം കുന്നംകുളം ദേശമേ നീ കാണുവാൻ പോകുന്നു. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഇദ്ദേഹം വന്ന് എന്തൊക്കെയോ ആൾക്കാരെ ഭയപ്പെടുത്താൻ പറയുന്നു. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഹല്ലേലൂയ. ഞാനിത് പറയില്ല എന്ന് വെച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നതാ. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന പ്രവചന ദൂതാണത്. ഹേ കുന്നംകുളം ദേശമേ,
യഹൂദയെ, നീ ചെറുതാണെങ്കിലും നിന്റെ രാജാവ് അവൻ ജയശീലനായി കഴുതപ്പുറത്ത് വരുന്നു. ഹായ് ബ്രോസിയ, പുള്ളിയെ കാണാനൊന്നും അത്ര ഗ്ലാമർ ഒന്നുമില്ലെങ്കിലും, നല്ല റോയൽ കിങ്സിനെ പോലെ ലുക്കൊന്നും ഇല്ലെങ്കിലും, ആ റോയൽ ഹോഴ്സ് ഒന്നും ഇല്ലെങ്കിലും, പുള്ളി കഴുതപ്പുറത്ത് വന്നാലും അവിടെ ചലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുന്നംകുളം ദേശമേ, താഴ്ചയിലുള്ള ഒരു കൂട്ടം അഭിഷക്തന്മാരെ, യൗവനക്കാരെ ഞാൻ ഈ ദേശത്ത് നിന്ന് പൊക്കിയെടുത്ത് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തോട് ചേർത്ത് നിർത്തി അവരെ അടുത്ത റിവൈവലിലേക്ക് ഞാൻ കയറ്റിവിടും. ഇപ്പൊ പ്രവചിക്കട്ടെ, കാരണം കൂട്ടം വന്നാൽ പ്രവചിക്കാൻ സമയം ഉണ്ടാവില്ല. രോഗികളെ സൗഖ്യമാക്കാനേ സമയമുണ്ടാവുള്ളൂ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കാനേ സമയമുള്ളൂ. ഞാനിത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രാന്തൻ പ്രവാചകന്മാരുണ്ടല്ലോ, ആ ഗണത്തിൽ എന്നെ പെടുത്തിയാൽ മതി കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുറിവേറ്റ കടുവയ്ക്ക് സിംഹത്തിന് ഇത്തിരി ഗൗരവം ശൗര്യം കൂടുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് മുറിവേറ്റ് തകർക്കപ്പെട്ട് ഒഴിവാക്കപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട് ഇല്ലാതെയാക്കി നശിച്ചു പോയ മണ്ഡലത്തിൽ നിന്നാണ് ദൈവത്തിന്റെ മുമ്പാകെ ഇടിവിൽ നിന്നപ്പോൾ, മുഴങ്കാലിൽ നിന്നപ്പോൾ, കരഞ്ഞപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ എന്റെ തകർച്ചകളെ മാറ്റി, എന്റെ തകർച്ചകളെ മാറ്റി എന്റെ മേൽ സ്തുതി എന്ന മേലാട പകർന്ന് നിന്റെ മേൽ ഈ ദൈവ പ്രവൃത്തി, ദൈവ ശക്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ഈ അപ്പോസ്തലിക മാൻഡലിന്, പ്രവാചക മാൻഡലിലേക്ക് ഒരു പ്രത്യേകത, ഇവർക്ക് എപ്പോഴും ഒരാളോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഇവർ ഒരു ദേശത്തോട്, ഒരു പട്ടണത്തോടൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു പട്ടണത്തോട്, ഒരു ദേശത്തോട്, ഒരു രാജ്യത്തോടൊക്കെയും പ്രവചിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെറിയ കൂട്ടം ആയിരിക്കാം, പക്ഷെ ഞാൻ കുന്നംകുളത്തിന്റെ മുഴുവൻ ഭാഗത്ത് മുഴുവൻ ചുറ്റുപാടുകളെ കണ്ട് ആത്മാവിൽ പ്രവചിക്കുന്നു. ഡിസ്ട്രിക്റ്റിനെ കണ്ട്, ഹല്ലേലൂയ, സ്റ്റേറ്റിനെ കണ്ട്, രാജ്യത്തെ കണ്ട്, അയൽ രാജ്യങ്ങളെ കണ്ട് ഞാൻ പ്രവചിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കണക്ട് ആവുക എന്നോടുകൂടെ. നിങ്ങൾ ഹല്ലേലൂയ ദൈവ പ്രവർത്തിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ മേൽ അങ്ങനെയുള്ള ദൈവിക വിളികളുണ്ട്, നിങ്ങളുടെ മേൽ അങ്ങനെയുള്ള ദൈവിക അഭിഷേകമുണ്ട്. അതുകൊണ്ടാണ് ഞാനുമായി നിങ്ങൾ കണക്ട് ആകുന്നത്. പറയുന്നവർ പറയട്ടെ, ഫോൺ കോൾ ചെയ്ത് അഭിപ്രായം പറയുന്നവർ പറയട്ടെ, ഫേസ്ബുക്കിൽ എഴുതുന്നവർ എഴുതട്ടെ, യൂട്യൂബിൽ എഴുതുന്നവർ എഴുതട്ടെ. അവരുടെ പണി അവർ നോക്കട്ടെ, നമ്മുടെ പണി നമുക്ക് നോക്കാം. Praise the Lord, hallelujah. Ai prosia, ai porosa camarose, ai alahos menio, la rosa torromono, ai prosia, apostolic, prophetic healing സ്കൂളുകൾ ഈ പട്ടണത്തിന്റെ ശാഖത ചില ഏരിയകളിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. Hallelujah. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ എന്നും പാല് മാത്രം തന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് രക്ഷയും സുവിശേഷ സ്നാനം അടിസ്ഥാന ഉപദേശമൊക്കെ കിട്ടി, വേണ്ടതിലധികം ഉണ്ട്. തിന്ന് ഛർദ്ദിച്ച് കളയുന്ന വിധത്തിൽ ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്നല്ല ആവശ്യം. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓൾറെഡി ദൈവം തന്നു കഴിഞ്ഞു. നമുക്കിത് ആവശ്യമാണ്, തന്നു കഴിഞ്ഞു. അതിൽ നിലനിൽക്കണം. ദൈവവചനത്തിൽ, രക്ഷയിൽ, സ്നാനത്തിൽ, ഉപദേശത്തിൽ, വിശുദ്ധിയിൽ, അപ്പോസ്തലിക ഉപദേശത്തിൽ എല്ലാവരും നിലനിൽക്കണം. അതിനെ ചേർത്ത് പിടിക്കണം, അതിനുവേണ്ടി നിൽക്കണം. വെറും ഒരു കൂട്ടലുകൾക്കപ്പുറമായിട്ട് വിശുദ്ധിക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, ആത്മാവിനോട് പറഞ്ഞത് ഒരു അപ്പോസ്തലിക ഇറ, ഒരു അപ്പോസ്തലിക മാൻഡൽ ദൈവം സഭകളുടെ മേൽ തുറന്നു തരും. ഞാൻ ചോദിച്ചു, എന്താണ് അപ്പോസ്തലിക മാൻഡൽ? അപ്പോസ്തലിക മാൻഡലിന്റെ പ്രത്യേകതയാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ,
മാനസാന്തരം, വിശ്വാസം, സ്നാനം, സഭയോടുകൂടെ ചേരൽ. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ പറയുമ്പോൾ ഒരു പരിചയമില്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, അപ്പോസ്തലിക് മാൻഡൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രത്യേകതയാണ് അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സുലഭമായിരിക്കും. ഞാൻ ഒരു ദിവസം മുഴുവൻ അപ്പോസ്തല പ്രവൃത്തികൾ ഇങ്ങനെ വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു ഒക്കെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് കണ്ട ഒരു കാര്യം, ഈ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളിൽ അവർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അതൊരു അക്ഷരമായി മാത്രം അവിടെ നിൽക്കാതെ അവർ ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി, പുനരുദ്ധാരണത്തിന്റെ ശക്തി. ഇന്നിവിടെ പറഞ്ഞു അഭിഷേക്തൻ, നിങ്ങൾ ഏത് ശക്തി കൊണ്ട്? കാരണം ഒത്തിരി ശക്തികൾ ആ സമയത്ത് അവിടെ ഉണ്ട്. ഈ പുള്ളിക്കാരന്റെ കയ്യിലിരിക്കുന്നത് ഏതാണെന്ന് ആണ് അവർ ചോദിക്കുന്നത്. എല്ലാ ശക്തിയും മോശയുടെ കരങ്ങളിൽ ദൈവം കൊടുത്ത വടിയുടെ മുന്നിൽ കീഴടങ്ങി പറ്റും. പ്രൈസലോ. ഞാൻ ദൈവവചന കർത്താവ് എനിക്ക് തന്ന വചനത്തിലേക്ക് വേഗത്തിൽ നിങ്ങൾ മൂവ് ചെയ്യട്ടെ. ഹാലലൂയ. അതോടൊക്കെ കണക്റ്റായി നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് കേട്ടോ. ഹാലലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ അപ്പോസ്തലിക മാനുവലിന്റെ പ്രത്യേകതയാണ് അവൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി മാനിഫെസ്റ്റായി രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുമാറും, തകർച്ചകളിൽ നിന്ന് ജനം പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഈ ജനത്തിന്റെ മേൽ അത് സംഭവിക്കട്ടെ. ഞങ്ങളെ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരുടെ മേൽ അത് സംഭവിക്കട്ടെ. ശുശ്രൂഷകന്മാരുടെ മേൽ അത് സംഭവിക്കട്ടെ. വചനം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 21-ാം വാക്യം, അതുപോലെ തന്നെ 19-ന്റെ 1-ാം വാക്യം, 2-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 18-ന്റെ 21-ാം വാക്യം, അതുപോലെ തന്നെ 19-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി പറഞ്ഞ് വിടവാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. ഒന്നും കൂടെ വായിക്കൂ. അത് ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. ഇനി അതിന്റെ 19-ാം വാക്യം, 19-ന്റെ 1-2. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു. എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേരുടെ കരത്തിൽ ബൈബിൾ ഉണ്ട്? എത്ര പേരുടെ കരത്തിൽ ബൈബിൾ ഉണ്ട്? ഒന്ന് പൊക്കി പിടിച്ചേ, ഒന്ന് ഉയർത്തി പിടിച്ചേ. നിങ്ങളുടെ ഡിവൈസ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ഇത് ദൈവവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞേ, ഇത് ദൈവവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ശബ്ദത്തിൽ പറഞ്ഞേ, ഇത് ദൈവവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ദൈവവചനമെന്ന് ഇതിൽ എഴുതിയിരിക്കുന്നത് ദൈവശ്വാസ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എഴുതിയിരിക്കുന്ന സകല നന്മകളും എന്റെ മേൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുകയും അനുസരിക്കുകയും ഞാനിതിൽ നടക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ കരത്തിലുള്ള ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുവാൻ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. ഈ വചനം ഞാൻ കഴിഞ്ഞ ഈ ഒരു കുറെ 1-2-3 ആഴ്ചകൾ വേറൊരു വചനമായിട്ട് എൻ്റെ അകത്ത് അതിങ്ങനെ
ഭയങ്കരമായിട്ട് പുറത്തു വരുന്നതുകൊണ്ട് ഞാനത് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു നിൽക്കും. പെടുന്നനെ ഈ വചനം എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് നൽകി തന്നു. ഞാൻ വചനം വായിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഈ വേർഡ് നീ പോയി പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വേർഡ് ഞാൻ നിങ്ങൾക്ക് എടുത്തത്. ഈ വേർഡിൻ്റെ അകത്ത് എത്രമാത്രം ഒരു പ്രസംഗ കലയുടെ ബ്യൂട്ടി ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല, സ്ട്രക്ചറൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഇതിൻ്റെ അകത്ത് ഒരു ദൈവശബ്ദമുണ്ട്, ഒരു പ്രവചന ദൂതുണ്ട്. ഇന്ന് പകലിൽ എന്റെ ശബ്ദം വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന സകലർക്കുമുള്ള ഒരു പ്രവചന ശബ്ദം ഇതിനകത്തുണ്ട്. ഈ വചനവുമായി നിങ്ങൾ കണക്ട് ആവാൻ പോവുകയാണ്. ഹല്ലേലൂയ. 18-ാം അധ്യായം 21-ാം വാക്യം ഞാനിത് വായിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, എനിക്ക് തന്ന ഒരു ടൈറ്റിൽ, ഒരു വചനത്തിന്റെ ഒരു തലക്കെട്ട് എനിക്ക് തന്നത്, ദ ഫുൾഫിൽമെന്റ് ഓഫ് ഗോഡ്സ് വിൽ ഓ വില്ലിംഗ്. ഫുൾഫിൽമെന്റ് ഓഫ് ഗോഡ്സ് വിൽ. ഹല്ലേലൂയ. ദൈവഹിതത്തിന്റെ നിവർത്തീകരണം ഓർ പൂർത്തീകരണം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകലിൽ ഈ ഹാളിന്റെ അകത്തിരിക്കുന്നവർ, ഈ ഓൺലൈൻ വ്യത്യസ്ത സമയത്ത് വാച്ച് ചെയ്യുന്നവരോട് ഞാൻ ഈ പ്രാരംഭത്തിൽ തന്നെ ഒരു പ്രവചന ശബ്ദം കൈമാറുന്നു. ഒരു ദൈവ ശബ്ദത്തിന്റെ, ദൈവിക വചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾ ഇതാ മൂവ് ചെയ്യുന്നു, എത്തിയിരിക്കുന്നു. ദൈവ ശബ്ദം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഫുൾഫിൽ ചെയ്യുന്ന, പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയം. കഴിഞ്ഞ നാളുകളിൽ ദൈവ ശബ്ദം കേട്ടും പ്രവചന ദൂതുകൾ കേട്ടും പ്രാർത്ഥിച്ചും മടുത്തവർ ഇതിന്റെ അകത്ത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ യൂട്യൂബിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, ഇത് നിനക്കുള്ള പ്രവചന ശബ്ദമാണ്. നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത് പൂർത്തീകരിക്കപ്പെടുവാൻ പോകുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് ഉഷാറില്ലാത്തവരാണല്ലോ നിങ്ങൾ. പറയുന്നത്, ബ്രദർ ഇതൊക്കെ എത്ര ഞങ്ങൾ കേട്ടതാണ്. അങ്ങനെയാണോ ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. പൂർത്തീകരിക്കപ്പെടുവാൻ പോകുന്നു ദൈവ ശബ്ദം നിങ്ങളുടെ മേൽ. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത്, നിന്റെ മിനിസ്ട്രിയിൽ, ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന ഇടത്ത്, നിന്റെ സഭയിൽ പൂർത്തീകരിക്കപ്പെടുവാൻ പോകുന്നു. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഒന്ന് എനിക്ക് വായിച്ചു തരുമോ? NKJV. ഞാൻ NKJV വായിച്ചാണ് എപ്പോഴും ഭയങ്കരമായിട്ട് മെഡിറ്റേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത് ഭയങ്കര ഒരു ത്വര വരും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഭയങ്കര ഇൻസ്പിറേഷൻ വരും. But took leave of them, saying, I must by all means keep this coming feast in Jerusalem. 80:21 ഒന്ന് വായിച്ച ഫസ്റ്റ് പാർട്ട്. But took leave of them, saying, I must by all means keep this coming feast in Jerusalem. But I will return again to you, God willing. And he sailed from Ephesus. ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഞാനത്, the Ephesus people, they came to Paul and they asked him to stay a long time with them. അങ്ങനെയാണ് അത് വായിക്കുന്നത്. ഫസ്റ്റ് വേർഡ്, a long time with them, and he did not consent. ആ വേർഡാണ് ഞാൻ
എടുക്കാൻ ആഗ്രഹിക്കുന്നു. When they asked him to stay ആ a longer time with them, Yes. he did not consent. Yes, when they asked with them, stay longer time with them. ഞങ്ങളോട് കൂടെ എഫെസോസിലേക്ക് പൗലോസ് ലീഗ വന്നു. പ്രിസ്കില്ലയും അതുപോലെ അപ്പൊല്ലോസിനെ പ്രിസ്കില്ലയൊക്കെ ആയിട്ട് വന്ന സമയത്ത്, അപ്പൊല്ലോസ് അവരൊക്കെ ആയിട്ട് വന്ന സമയത്ത് എഫെസോസിൽ ചെറിയ മൂവ് നടന്നു തുടങ്ങി. എഫെസോസിൽ ഒരു മൂവ് തുടങ്ങിയ സമയത്ത് പൗലോസ് പെട്ടെന്ന് മടങ്ങി പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എഫെസോസിലെ ജനം പൗലോസിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്ലീസ് man of God, stay with us a little longer time. Hallelujah. ഞങ്ങളോട് കൂടെ നീ ഒന്ന് വീണ്ടും നിൽക്കണം, നീ ഇവിടെ തന്നെ നിലനിൽക്കണം, മിനിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് പറഞ്ഞു ആ മലയാളം ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞു, he did not consent. അവൻ സമ്മതിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, ആ വേർഡിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, but he said to them, yes, പൗലോസ് പറയാണ്, ഞാൻ ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ, But I will return again to you. Yes, God but willing. I will return again to you, again to Ephesus. God willing. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇച്ഛയുണ്ടെങ്കിൽ, ഹിതമുണ്ടെങ്കിൽ ഞാൻ എഫെസോസിലേക്ക് മടങ്ങി വരും. ഇപ്പോൾ ഞാൻ പോകുകയാണ്, എന്നാൽ ദൈവത്തിന്റെ ഇച്ഛ എന്റെ മേൽ വരുമ്പോൾ, ഹിതം എന്റെ മേൽ വരുമ്പോൾ എഫെസോസിലേക്ക് ഞാൻ മടങ്ങി വരും. Praise the Lord. Hallelujah. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം എന്റെ അകത്ത് ഇങ്ങനെ നൽകി തന്ന ആശയം എന്ന് പറയുന്നത് fulfillment of God's willing. അതാണ് 19-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്. അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സിൽ ഒന്ന് വായിച്ചേ. 19 verse 1. Yes. And it happened. ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. ഞാൻ എഫെസോസിൽ നിന്ന് ഇപ്പൊ പോകുന്നു. ദൈവത്തിന്റെ ഹിതം എഫെസോസിന്റെ മേൽ എപ്പോൾ വെളിപ്പെടുന്നുവോ അപ്പോൾ ഞാൻ മടങ്ങി വരും. 19-ാം അധ്യായത്തിൽ പറയാണ്, and it happened. And it happened എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു. ഹല്ലേലൂയ. ദൈവഹിതം എഫെസോസിന്റെ മേൽ ദൈവഹിതമുണ്ടെങ്കിൽ മടങ്ങി വരും എന്ന് ആത്മാവിൽ പറഞ്ഞ പൗലോസിന്റെ ശബ്ദം എഫെസോസിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവഹിതം എഫെസോസിന്റെ മേൽ വെളിപ്പെട്ടു. കിട്ടുന്നുണ്ടോ? Praise the Lord. Hallelujah. Hallelujah. അപ്പോൾ കഴിഞ്ഞ ദിവസം എഫെസോസിനെ തിരസ്കരിച്ചു. I am not going to stay with you. I am going to another place. He rejected. He refused that place. But still he said, if God willing, I will back. Hallelujah. കഴിഞ്ഞ ദിവസം എഫെസോസിന്റെ ആഗ്രഹത്തെ, റിക്വസ്റ്റിനെ, പ്രാർത്ഥനയെ പൗലോസ് തിരസ്കരിച്ചു, റെഫ്യൂസ് ചെയ്തു. ഹല്ലേലൂയ. ഞാൻ ഈ വേർഡ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ദൈവത്തിന്റെ മുൻപാകെ പറഞ്ഞ, നീ പ്രാർത്ഥിച്ച, നീ ആഗ്രഹിച്ച കാര്യങ്ങൾ റെഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഇത് എന്നും തിരസ്കരിക്കപ്പെട്ടിരിക്കത്തില്ല.
ഇത് സ്വീകരിക്കുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന, ഓ ഇതിന്റെ അപേക്ഷ കേൾക്കുന്ന, നിന്റെ അപേക്ഷയ്ക്ക് യെസ് പറയുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് യെസ് പറയുന്ന ഒരു സമയം ഉണ്ട്. കാൽമറു ഹായ് ബസാക. ഒരുപാട് സാധനങ്ങൾ ഡൗൺലോഡായി കിടക്കുന്നുണ്ട്. എവിടുന്ന് എടുത്ത് പറയണമെന്നാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കത്തിയ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇനിയും തീ കോരിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പ്രവചിക്കട്ടെ ഒന്നുകൂടെ. നിങ്ങളെ പേഴ്സണലായി പറയുമ്പോഴാണല്ലോ നിങ്ങളെ എൻകറേജ് ആവുന്നത്. നിങ്ങളോട് ദൈവം പറഞ്ഞ പ്രവചന ദൂതുകൾ തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്നത്, നടക്കാതെ കിടക്കുന്നത്, ഈ പറയുന്ന എന്നോടും ഇത് കേൾക്കുന്ന നിന്നോടുമുള്ള, ഓൺലൈൻ കേൾക്കുന്ന നിന്നോടുള്ള, യൂട്യൂബിൽ വാച്ച് ചെയ്യുന്ന നിന്നോടുള്ള, ഫേസ്ബുക്കിൽ വാച്ച് ചെയ്യുന്ന നിന്നോടുള്ള പ്രവചന ശബ്ദവും നിവർത്തീകരിക്കപ്പെടുവാൻ ഇതാ ദൈവം നിനക്ക് വേണ്ടി ഒരു സമയം തയ്യാറാക്കി വച്ചിരിക്കുന്നു. Don't be discouraged. Disappointed ആകരുതെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയാണ്. ഡിസപ്പോയിന്റഡ് ആകരുതെന്ന്. ഹല്ലേലൂയ. നിങ്ങളുടെ മേലൊരു സീസൺ തുറക്കും. അതിനു മുൻപ് ഡിസപ്പോയിന്റഡ് ആകരുത്. ദൈവം നിങ്ങളുടെ മേൽ ഒരു മേഘം തുറന്നു തരും. നോർത്ത് ഈസ്റ്റിന്റെ ചില ഭാഗങ്ങളുമായി നിങ്ങൾ കണക്ട് ആവും. ചില വരും ദിവസങ്ങളിൽ ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഐ ബ്രോസ ഖാമറോസ, ഐ ബ്രോസ ഖാൽബറോസ് യാൻഡ ലീഗ, ഐ ബ്രോസ് യാൻഡ. ഒരു ചെറിയ വെട്ടം വെളിച്ചൊക്കെ എപ്പസോസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തെ കുറിച്ചൊക്കെ പറയണം എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ എടുത്തു വെച്ച് ഒരു ബൈബിൾ സ്കോളറിന്റെ പോലെ ഞാനതൊക്കെ വെച്ചു. എന്നെ കൊണ്ട് ഈ പണി പറ്റില്ല എന്ന് അത് വെക്കുമ്പോഴേ എനിക്കറിയാം. പ്രൈസ് ലോ. ഇതിന്റെ ഹീബ്രു, ഗ്രീക്ക് ഇതൊക്കെ പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. അവൻ വിവരമുള്ളവണെന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ വിവരം കേട്ടോ. പ്രൈസ് ലോ. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതുകൊണ്ടൊന്നും അരി വേവത്തില്ല. കുന്നംകുളത്തേറെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനമാണ്. നിന്റെ PhD, MD, MTech ഒക്കെ നീ പോക്കറ്റിൽ വെച്ചിരിക്കും. എന്ന ദൈവത്തിന്റെ അഭിഷേകമുള്ളവൻ എഴുന്നേൽക്കുന്ന തലമുറ, എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നീ അതിനെ എത്ര താഴ്ത്തി കെട്ടുവാനും അതിനെ ചവിട്ടി തേക്കുവാനും നീ ശ്രമിച്ചാലും ഒരു കഴുകൻ പറന്നുയരും. നിങ്ങളൊക്കെ ശുശ്രൂഷകന്മാരായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളൊക്കെ ശക്തമേറിയ അഭിഷക്തന്മാരായി. നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കണം. നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കണം. പട്ടണത്തിൽ നിങ്ങളൊരു സാക്ഷ്യമാകുവാൻ പോകുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ ദൈവം ചെയ്തത് സാക്ഷ്യമാകും. സാക്ഷ്യമാകും. നിന്റെ ജീവിതം ദൈവത്തിന്റെ കരത്തിൽ ഒരു സാക്ഷ്യമാകും. നീ റിജക്ട് ചെയ്യപ്പെട്ട, റിഫ്യൂസ് ചെയ്യപ്പെട്ട തലങ്ങളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാതെ നീ ഈ ദിവസങ്ങളിൽ മുഴങ്കാൽ മടക്കിക്കോ. ഹന്നായുടെ ഉദരത്തെ തുറന്ന ദൈവത്തിന്റെ ശക്തി ഒരു ശമൂവേലിനെ നിനക്ക് തരും. ശാഖ മെസ്സേജ് ഒന്ന് ഡൈവേർട്ട് ആവുന്നുണ്ട്. പേഴ്സണലായിട്ട് നിങ്ങൾക്കുള്ളതാണ്, അപ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ളതാണ്. ഈ ഹന്ന ദൈവം ആഗ്രഹിക്കുന്ന റലത്തിലേക്ക് എത്താതെ ശമൂവേൽ ഓപ്പൺ ആകത്തില്ല. ശമൂവേൽ പുറത്തു വരണമെങ്കിൽ ഹന്ന ഒരു ഭയങ്കര നേർച്ചയും തീരുമാനമൊക്കെ എടുക്കണം. ഹന്നയുടെ അകത്ത് വച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രവാചകനെയാണ്. രാജാക്കന്മാരെ അഭിഷേകം വെച്ച് ചെയ്യുന്ന പ്രവാചകനാണ്. പ്രവാചകനകത്ത് കിടക്കുന്നത് കേട്ടോ. അതിനനുസരിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കയറിക്കോ. ഒരു പ്രവാചകൻ നിന്റെ അകത്ത് കിടക്കുന്നുണ്ട്.
ഇന്ന് പകലിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിന്റെ ഭവനത്തിൽ, നിന്റെ ഉദരത്തിൽ ദൈവത്തിന്റെ ശക്തി അടിക്കും. നാളുകളായി നിന്റെ തലമുറയ്ക്ക് എതിരായി എഴുന്നേറ്റ് നിന്ന ശക്തി ഉടനെ മാറും. നിന്റെ ഭവനത്തിൽ അസാധാരണമായ ഉറവകൾ തുറന്നു വരുന്നു. പുതിയ നിയമത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ വീഞ്ഞ് കഴിച്ച് നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ നമ്മൾ സാധാരണക്കാരാണല്ലോ, നമ്മൾ ഭയങ്കര ഹയർ ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അടിച്ച് വീലായി പമ്പർ മൂളി നമ്മളെ കുന്നുകുളത്തെ ആൾക്കാർ നടക്കണ പോലെ നടക്കരുതെന്ന്. എന്നിട്ട് അതിന്റെ ഇടയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ആത്മാവിൽ നിറഞ്ഞവരായി. അപ്പൊ ഈ രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്തേ. നീ മദ്യം കഴിച്ച് അടിച്ച് വീലായി നടക്കാതെ നീ ആത്മാവിൽ വീലായി നടക്ക്. സ്പിരിറ്റിൽ ആത്മമനുഷ്യൻ ആത്മപൂർണൻ ഒരു പ്രാന്തനെ പോലെയാണ്. അവൻ പറഞ്ഞു അവൻ രാജാവാണെന്ന് നോക്കത്തില്ല. അവൻ പറയും, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് ഇനി മഞ്ഞും മഴയും പെയ്യത്തില്ല. പ്രവാചകന്മാരുടെ ശൗര്യം നോക്കിയ കൂട്ടിൽ കിടക്കുന്ന കടുവകളുടെ ശൗര്യാണ്. ഹല്ലേലൂയ. നല്ല പ്രവാചകന്മാർ, ഫേക്ക് പ്രവാചകന്മാരുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവന്മാരെങ്ങനെയും നിങ്ങളെ സുഖിപ്പിച്ച് പ്രവചിച്ച് പൈസ നിന്നിലുള്ള സകലം അടിച്ചു മാറ്റും. പ്രൈസ് ദി ലോർഡ്. ബി കെയർഫുൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോറി, ആ വേർഡൊക്കെ പറഞ്ഞു എന്താ ആവണോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രവാചകന്മാര് അവൻ വരുന്ന ആളിന്റെ നിറവും ഗുണവും മണവും അവന്റെ വണ്ടിയുടെ ആ സ്റ്റാൻഡേർഡും സ്റ്റാറ്റസും അതിന്റെ ആ ലെവലും ഒന്നും നോക്കിയിട്ടല്ല പ്രവചനം പറയാ. അവൻ പറയും, ആ പുല്ലോട് പോയിട്ട് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയിട്ട് പോകാൻ പറ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു രാജ്യത്തിൽ അമേരിക്കയുടെ ഒരു ഒരു എന്താ പറയാ ഒരു പ്രൊമിനന്റ് മിനിസ്റ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ, പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ, ഞാൻ വേണേ നിലം പറയാൻ ഞാൻ പറയില്ല കേട്ടോ. വേറെ ആൾക്കാര് നെഗറ്റീവ് ഇമോഷൻസ് ഉള്ള ആൾക്കാര് കുഞ്ഞിഞ്ഞ് അവനെ സ്വീകരിക്കുക. അവന്റെ വീട്ടിൽ കയറ്റിയിരുത്തി നമുക്ക് ഗുണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനെ വീട്ടിൽ കയറ്റിയിരുത്തിയ പുള്ളി പോകുമ്പോ ചെക്ക് തരും. അത് നിനക്ക് എന്നൊരു ചെക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുള്ളി പോകുമ്പോ ഒരു വണ്ടിയുടെ കീ ഒക്കെ എടുത്തു തരും. പുള്ളിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. പുള്ളി അവിടുന്ന് പുറപ്പെടുമ്പോ സ്വർണം വെള്ളിയും പൊന്നും വിലയേറിയ വസ്ത്രങ്ങളും നല്ല കോട്ടൊക്കെ ഇട്ട് 200 രൂപ സംഭവം എന്നല്ല. പുള്ളി 2000 രൂപ 20,000 രൂപയുടെ 2 ലക്ഷം രൂപയുടെ ആ ലെവല് ഡ്രസ്സൊക്കെ ആയിട്ടാ വന്നിരിക്കണേ. ഇതൊക്കെ ആയിട്ട് വന്നിരിക്കും. പ്രവാചകൻ റൂമിന്ന് പുറത്തിറങ്ങിയില്ല. പ്രവാചകൻ അവന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, നീ പോയി അവനോട് പറയാ യോർദാനിൽ പോയിട്ട് 7 പ്രാവശ്യം മുങ്ങ. ഇന്ന് പ്രവാചകൻ ബാല്യക്കാരനോട് പറയില്ല. കാരണം ബാല്യക്കാരൻ ആ കണക്ഷൻ അടിച്ചു മാറ്റും. അതുകൊണ്ട് പ്രവാചകന്മാർക്ക് പേടി അസിസ്റ്റന്റുമാരോട് സ്റ്റേജിൽ നിർത്താൻ. കാരണം ആ കണക്ഷൻസ് പുള്ളി പിടിക്കും. അവരും പറഞ്ഞിട്ട് കാര്യമില്ല. കച്ചവടം അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. പ്രൈസില്ല. കച്ചവടം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലാണ് കേട്ടോ. പ്രൈസില്ല. നമ്മൾ കുന്നംകുളത്താരായതുകൊണ്ട് കുന്നംകുളം ഭാഷയിൽ പറയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രവാചകൻ സത്യമായ പ്രവാചകനായിരുന്നു. ഇവനെ അറിയാം, പൊന്നും വെള്ളിയും വിലയേറിയ വസ്തുക്കളും അല്ല എന്നെ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ. ഈ രക്തത്തെ ചവിട്ടി തേക്കുന്ന മലിനമാക്കുന്ന ഒരു വിഷയത്തിലേക്കും ഒരു നന്മയിലേക്കും ഞാൻ എന്റെ കൈ നീട്ടത്തില്ല. അങ്ങനെ പറയുന്ന ചങ്കൂറ്റമുള്ള പ്രവാചകന്മാർ ഓ സഭകളിൽ എഴുന്നേൽക്കട്ടെ. ദൈവസഭ അത്ഭുതങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് നിറയും. ഞാൻ ചില സമയത്ത് യോഹന്നാൻ സ്നാപകനാണോ.
കാരണം പുള്ളി വന്നിട്ട് സർപ്പസന്തതികളെ. ഇന്നൊക്കെ ആണെങ്കിൽ അവനെ ഫേസ്ബുക്കിലിട്ട് കൊന്ന് കൊല വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കണേ പുള്ളിയൊക്കെ. മര്യാദയ്ക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ. ഒരു ദിവസം ഞാൻ അതൊന്ന് റെഡിയാക്കിയിട്ട് വന്നല്ല കേട്ടോ, മെസ്സേജ് ഇവിടെ വേറെ ഇരിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവാചകൻ പറഞ്ഞു അവനോട് പോയി യോർദാനിൽ മുങ്ങാൻ പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെടുന്ന കണക്റ്റായി കിടക്കുന്ന പ്രവാചകന്മാരെ കണ്ടാൽ അറിയാം. അവന്റെ അകത്ത് നിന്ന് വരുന്ന ശബ്ദം കേട്ടാൽ അറിയാം. ഞാൻ കണക്ട് ആവുന്നു കേട്ടോ. ഈ ഹന്നയുടെ അകത്ത് നിന്ന് ശമൂവേൽ പുറത്തു വരണമെങ്കിൽ ഈ ശമൂവേലിനെ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നാഷണൽ എന്താ പറയാ, പ്രോഫറ്റ് ഓഫ് നേഷൻ, ഒരു രാജ്യത്തിന്റെ പ്രവാചകൻ. അപ്പൊ ഈ പ്രവാചകനെ സംബന്ധിച്ച് ഇവൻ എന്താ, ഹന്നയുടെ ഹസ്ബൻഡ് പേര് മെൽക്കിസദേക്ക്, എന്തോ എൽക്കാന. ഓ യെസ്, സോറി എൽക്കാന. എൽക്കാനയുടെ വീട്ടിൽ വേറെ കുറെ എണ്ണം വളരുന്നുണ്ട്. ആരാണ്? പെനീനയുടെ മക്കള്. നമ്മുടെ ഭാഷയിലൊക്കെ കുറച്ച് പൊടിപ്പും തുമ്മലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി തലതിരിഞ്ഞ പിള്ളേരുകള്. പ്രൈസില. അവന്മാരുടെ കൂടെ വളരാനുള്ളതല്ല ശമൂവേല്. അപ്പോ ഹന്നായെ ദൈവം ഒരുക്കി ഒരു ദിവസം ഹന്ന ആ തീരുമാനത്തിലെത്തി, നീ എനിക്കൊരു പുരുഷ പ്രജയെ തന്ന അവൻ ഇവിടെ വളരും. എവിടെ? ദൈവ സാന്നിധ്യത്തിൽ വളരും. അവൻ എൽക്കാനയുടെ വീട്ടിലല്ല, എൽക്കാനയുടെ വീട്ടിലല്ല, ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് വളരും. ഹല്ലേലൂയ. നീ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കാൻ തീരുമാനമെടുത്താൽ, നീ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കാൻ തീരുമാനമെടുത്താൽ, നീ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നിൽക്കാൻ തീരുമാനമെടുത്താൽ, രാജ്യം അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനായി നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. അപ്പൊ ചുളിവിലൊന്നും ഹന്നായി ഒരു മീറ്റിങ്ങിനൊന്നും വന്നാൽ കിട്ടില്ല. സോറി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രാർത്ഥനയൊന്നും കിട്ടില്ല. ഹന്നയെ അവിടെ എത്തിച്ച് എവിടെ? ആ തീരുമാനത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കോ. നിന്റെ അകത്ത് നിന്നൊരു ശമൂവേൽ പുറത്തു വരും. ഇന്ന് ഞാൻ പറയട്ടെ, ഒരു തീരുമാനത്തിലെത്തിക്കോ, നിന്റെ അകത്ത് നിന്ന് ശമൂവേൽ പുറത്തു വരും. സാഹചര്യം മോശമാണെങ്കിലും ഒരു ശമൂവേലുണ്ട് കുടുംബത്തിൽ കേട്ടോ, ഒരു ശമൂവേലുണ്ട്, അത് പുറത്തു വരും. ഇപ്പൊ നോക്കുമ്പോ ഒരു സാധ്യതയില്ല. ലോകത്തിന്റെ മുന്നിൽ അപമാനമായിരിക്കാം. എന്നാൽ as a prophet of God ഞാൻ പ്രവചിക്കുന്നു, ഒരു ശമൂവേൽ നിന്റെ ഭവനത്തിന്റെ അകത്തു നിന്ന് പുറത്തു വരും. 25 നന്മകളുടെ വർഷമായിരിക്കും തലമുറയുടെ മേൽ. അതിന്റെ തുടക്കം 24ന്റെ അവസാനത്ത് കർത്താവ് എഗ്രി ചെയ്യും. നോക്കുക, എഫെസോസുകാർ കെഞ്ചി പൗലോസിനോട്, പ്ലീസ് സ്റ്റേ വിത്ത് us long a time. He did not consent. അവൻ സമ്മതിച്ചില്ല. ഞാനത് പെട്ടെന്ന് പറയുമ്പോ എൻ്റെ അകത്ത്, ഞാൻ UP യിലായിരുന്നപ്പോഴേ, അപ്പോൾ ഞങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്ന എൻ്റെ കസിൻ പറയുമല്ലോ, ഞങ്ങൾ ഒരുമിച്ച്, ഞാനും പാർട്ട് ഓഫ് അവരുടെ മിനിസ്ട്രിയാണ്. അപ്പോൾ ഒരു പഞ്ചാബി ഫാമിലിയാണ് ഞാൻ താമസിക്കുന്നത്. ഭയങ്കര ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു 10-500 ഏക്കർ എന്നൊക്കെ പോലെ ഒരു സ്ഥലത്താണ്. അതിന് നടുക്കൽ ഒരു ഫാമുണ്ട്. ആ ഫാമിൽ മുകളിൽ ഒരു റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഭയങ്കര ദൈവപ്രവൃത്തി ആ UP ഇങ്ങനെ നടക്കുന്നു. ഒരുപാട് പേർ ചർച്ച് ഭയങ്കരമായിട്ട് ഗ്രോത്തായി, ഭയങ്കരമായിട്ട് ഭൂതങ്ങൾ ഇളറി മാറുന്നു, ഹീലിങ്ങൾ നടക്കുന്നു, പ്രൊഫറ്റിക്കുകൾ സംഭവിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ പോകാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിൽ പോയാൽ നടക്കൂല, എന്ത് ചെയ്യാനാണ് അവിടെ പോയിട്ട്. അപ്പം എനിക്ക് കുന്നംകുളത്തെക്കുറിച്ച് കുറേ ദർശനം തരുന്നു, ഞാനായിരുന്ന മുൻ പഠനത്തെക്കുറിച്ച് എനിക്ക് ദർശനം നൽകി തരുന്നു. ഞാൻ ആ കൺഫ്യൂസാ. 3 പ്രാവശ്യം ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ മുറിക്കകത്ത് എൻ്ററായി. ഹല്ലേലൂയ, എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. 3-ാം പ്രാവശ്യം ദൂതൻ എൻ്റെ മുറിക്കകത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, എന്നെ പിക്കപ്പ് ചെയ്തു. എൻ്റെ ബോഡിയിൽ നിന്ന് ഞാൻ പുറത്ത് തന്നെ എന്നെ പിക്കപ്പ് ചെയ്തു. ഞാനത് കാണും. ദൂതൻ എന്നോട് സംസാരിച്ചു, നീ അറിയാത്ത വഴികളിലൂടെ ഞാൻ തന്നെ നടത്തും. ഹല്ലേലൂയ. അപ്പോൾ ഭയങ്കര മാനിഫെസ്റ്റേഷനൊക്കെ ഉണ്ടായി. അതൊന്നും എനിക്കിവിടെ പറയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ പറയൂ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ ഞങ്ങളുടെ ആരാധന നടക്കുന്ന ഒരു പഞ്ചാബി ഫാമിലിയുടെ വീട്ടിലാണ്. അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് പറയാൻ ഭയങ്കര മടി. അവർ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര. അവസാനം അങ്കിളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പോവുകയാണെന്ന്. അപ്പം അതിനു മുമ്പ് അങ്കിൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററോട് നിൽക്കുകയാണെങ്കിൽ ഇത്ര സെന്റ് സ്ഥലം പാസ്റ്റർക്ക് ഞാൻ എഴുതി തന്ന് ഒരു ഹാളും പണിത് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരും. സത്യമാണ് കേട്ടോ, എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല. ഈ ലൈവ് എൻ്റെ കസിൻ സിസ്റ്റർ കേൾക്കുന്നുണ്ടായിരിക്കും, എൻ്റെ കസിൻ ബ്രദർ കേൾക്കുന്നുണ്ടായിരിക്കും. എന്നോട് അവർ വീട്ടിലിരുന്ന് പറഞ്ഞതാ. പ്രൈസോ. ഞാൻ പറഞ്ഞു, അങ്കിൾ അന്ന് ശരിയാവില്ല പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു പോകാൻ പറഞ്ഞു, ഞങ്ങൾ പൈസ തരാം, ഞങ്ങൾ സ്ഥലം പാസ്റ്ററുടെ പേരിൽ എഴുതി തരാം, ഹാള് പണിത് തരാം. അവർ തരാന്ന് പറഞ്ഞാൽ തരാട്ടോ, തരും. അവരൊക്കെ സംഭവം ഉണ്ടേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്ഥലമൊന്നും അവർക്കൊരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് വേണ്ട, കർത്താവിനോട് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് എൻ്റെ അകത്ത് വന്നതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ പൗലോസ് എഫെസൂസുകാര് ചിലപ്പോൾ പറയണ്ടാവും, ഞങ്ങൾ നല്ല വീട് വാടകയ്ക്ക് എടുത്ത് തരാം, AC ഒക്കെ സെറ്റ് ചെയ്ത് തരാം, നല്ല ആരാധന ഹാളിൻ്റെ സപ്പോർട്ടൊക്കെ ചെയ്യാം, വാടകയൊക്കെ കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഹാളിൻ്റെ വാടക കൊടുക്കാതെ എത്ര കഷ്ടപ്പെടുന്നു. ഈ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ദൈവാത്മാവിലാണ് നിങ്ങളോട് പറയുന്നത്. ഈ ശബ്ദം കേൾക്കുന്നവർ ഇതിൻ്റെ മിനിസ്ട്രിയുടെ, ഇതിൻ്റെ സൺഡേ വർഷിപ്പിൻ്റെ ആരാധന ഹാളുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, അത് നിങ്ങളുടെ മേൽ പകരപ്പെടും. ഓ സിയാ ഐ ബ്രോ സിയാൽ ബ്രോ സിയാന്റ ഐ ബ്രോ സിയാന്റ. നല്ല നിലത്ത് വീണ വിത്ത് മുളച്ചിരിക്കും. അതിന് വേറെ കാര്യം ഒന്നും വേണം. പാറ മുകളിൽ വീണ അതിന്റെ കാര്യം പോക്കാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പൗലോസിനോട് എന്തൊക്കെ പറഞ്ഞാണെന്ന് അറിയത്തില്ല. പൗലോസ് എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് ആത്മാവിൽ നിയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാ. ഇവൻ ആസിയിൽ വചനം പ്രസംഗിക്കുവാൻ ഒരു ഭയങ്കര താല്പര്യം വന്നപ്പോൾ പരിശുദ്ധ ആത്മാവ് ആസിയിൽ വചനം പ്രസംഗിക്കുന്നത് പൗലോസിനെ വിലക്കി. പ്രസംഗിക്കരുതെന്ന് ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ് പറഞ്ഞു. ചിലപ്പോ അതൊക്കെ പറയും, നീ അവിടെ നിൽക്കണ്ട വിട്ടോ എന്ന് പറയും. ഞാൻ അവസാന കൈ ഇവിടെ വന്നിറങ്ങണതും കൊറോണ വന്ന് കംപ്ലീറ്റ് ബ്ലോക്ക് ആവണം ഒരുമിച്ച്. പ്രൈസ് ദി ലോർഡ്. ആൾക്കാർ കാരണം കൊറോണ ആയപ്പോ ഞാൻ ഓടിപ്പോന്നാ. പക്ഷെ അതിന് മുൻപ് ദൂതൻ എന്നെ ഓടിച്ചിവിടെ എത്തിച്ചു. നീ പോയിക്കല്ലെങ്കിൽ ഈ സാധനമൊക്കെ ഇപ്പൊ ഷട്ടർ ഇടും. എനിക്കറിയില്ലായിരുന്നു, പക്ഷെ എൻ്റെ അകത്ത് ഭയങ്കര നിയോഗം നൽകി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാൻ അവിടെ വന്നതും കംപ്ലീറ്റ് ലോക്കായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനത്തോടെ എനിക്ക് അപ്പച്ചനും അമ്മയുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ എന്താവും എന്നുള്ള ചിന്താഗതിയിലായിരിക്കാം. കർത്താവിന്റെ ദൂതനറിയാം, നീ ആസിയിൽ ഇപ്പൊ വചനം പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞാൽ ആസിയിൽ ഇപ്പൊ പറഞ്ഞാൽ ഒരു റിസൾട്ടും ഉണ്ടാകത്തില്ലെന്ന് കർത്താവിനറിയാം. തെക്കപ്പലിയിൽ ഒരുത്തനെ പിടിച്ച് കർത്താവ് സൗഖ്യമാക്കി. അപ്പോ അവരെല്ലാം കൂടെ കർത്താവിനെ അവിടുന്ന് വണ്ടി കയറ്റി വിട്ടു. പിന്നെ കർത്താവ് വരുമ്പോ ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ തെക്കപ്പലി ദേശമൊക്കെ ഇത് വിളിച്ചു പറഞ്ഞു നടന്നു. കർത്താവ് വ്യത്യസ്തമായ വഴികൾ ഉപയോഗിക്കും, വ്യത്യസ്ത വ്യക്തികളെ ഉപയോഗിക്കും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ പോവാ, പക്ഷെ ഞാൻ തൊട്ട ഒന്നിന് ഈ പട്ടണത്തിൽ ഇട്ടിട്ടാ ഞാൻ പോകുന്നത്. അവൻ ഈ പട്ടണത്തിന്റെ കാര്യം നോക്കും. ഇന്ന് പകലിൽ കർത്താവ് തൊട്ട ഒന്ന് ഈ പട്ടണത്തിലുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയിലുണ്ടെങ്കിൽ, നിന്റെ സഭയിലുണ്ടെങ്കിൽ, അതിന്റെ ചരിത്രം തിരുത്തി മറിക്കും. Praise the Lord. Thank you for this nice clock.
അത് ഓടുന്നില്ല. അത് ഓടിങ്ങി നിങ്ങൾ എന്നെ നോക്കി പേടിപ്പിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. കർത്താവ് തൊട്ട ഒന്നിനെ ദക്കബിലിട്ട് ഇവൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ തിരിച്ചു പറയില്ല. കാരണം ഇവൻ ചങ്ങല വരെ പൊട്ടിച്ച പാർട്ടിയാണ്. ചങ്ങല പൊട്ടിച്ച് കല്ലുകൊണ്ടൊക്കെ ഇടിച്ച് ഇവൻ അടുത്ത് വരുമ്പോഴേ ഞാനത് പറയണില്ല എന്ന് മാത്രം, നിങ്ങക്ക് കച്ചവടം മനസ്സിലായി. പ്രൈസലോ, ആൾക്കാർ വരയ്ക്കും. അത്തരത്തിലുള്ള വ്യക്തികളെ കർത്താവ് പട്ടണത്തിൽ എഴുന്നേൽപ്പിക്കും. ഓ, പട്ടണത്തിൽ ഭീതി പരത്തിയ ചില ഈവിൾ പോലെ പ്രവർത്തിക്കുന്ന ഗുണ്ടകൾ പോലെയുള്ള വ്യക്തികൾ, ക്രിമിനലുകളെ കർത്താവ് തൊടും. അവൻ പട്ടണത്തിൽ തെക്കും വടക്കും നടന്ന് സാക്ഷ്യം പറയും. അവൻ സാക്ഷ്യം പറഞ്ഞ നീ എത്ര ഹാൾ അടച്ചിട്ടിട്ടും മുടക്കിയിട്ടും കാര്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തെക്കപ്പൊലിയിൽ എങ്ങി ഈ പുള്ളിക്കാരൻ കർത്താവ് ചെയ്തൊക്കെ വിളിച്ചു പറഞ്ഞു. തെക്കപ്പൊലിയിലേക്ക് കർത്താവ് എത്തിയപ്പോൾ വളരെ ഈസി ആയിരുന്നു പിന്നീട് ശുശ്രൂഷ ചെയ്യാൻ. അസാധാരണമായ മാറ്റം അവിടെ സംഭവിച്ചു. അപ്പൊ കർത്താവ് ചിലതിനെ വെച്ച് അത്ഭുതങ്ങൾ ചെയ്യും. അപ്പൊ പൗലോസിനോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോ എന്റെ ഭാഷയിലാണ് വീടും കൂടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞത്. പൗലോസിന്റെ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ അഡ്മിഷൻ ശരിയാവട്ടെ എന്ന് പൗലോസ് പറയൂല. ബാങ്കിന്റെ അക്കൗണ്ട് മാറ്റണമെന്ന് പൗലോസ് പറയില്ല. ഇതൊക്കെ പ്രവാചകൻ പേടിച്ച് ഇസബേലിനൊക്കെ പേടിച്ച് എന്താ പറയാ ഒരു ഗുഹയിൽ കിടന്ന് ഒളിച്ചിരിക്കുക. അപ്പൊ അവനെ ദൂതനെ വിട്ട് ഫുഡൊക്കെ കൊടുത്തു. ദൂതനെ കഴിച്ചു. ഇതൊക്കെ നമ്മൾ പറയും. എന്റെ വീട്ടിൽ ദൂതൻ വന്ന് എനിക്ക് ഫുഡ് തന്നു കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സംഭവിക്കൂ? നിങ്ങൾ നാളെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെ പറയും. പക്ഷെ നിങ്ങൾ വായിക്കുന്ന ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഏലിയാവല്ലേ ഇത് കൊടുത്തു. പുള്ളി 40 നാളോളം രാവും പകലും ഹോരോബോളം നടന്നു. പുള്ളിക്ക് ഭാര്യയില്ല, കുട്ടികളില്ല നോക്കാനൊന്നും. പുള്ളി ഒറ്റ പോക്കാ കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം പലതിലും ബൈൻഡ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്, ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്ന ഒരുത്തൻ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ പൗലോസ് എനിക്കറിയത്തില്ല ഇവൻ എന്തൊക്കെ പറഞ്ഞു കാണുമെന്ന് എനിക്കറിയത്തില്ല പൗലോസ്. പക്ഷേ പൗലോസ് എഗ്രി ചെയ്തില്ല. പൗലോസ് വിട്ടുപോയി. ഒന്ന് പോയി ഡീൽ ചെയ്താ എന്താന്ന് ചോദിച്ചേ. പൗലോസ് കർത്താവ് എന്താ പറയാ ആ മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കി. അവൻ തെക്കോപ്പലി ദേശമൊക്കെ അവൻ ആ കർത്താവിന്റെ സാക്ഷിയായി തീർന്നു. പൗലോസിനോട് പറഞ്ഞു. പൗലോസ് എഫെസൂസിൽ അവൻ നിന്നില്ല. ആസിയിൽ വചനം പ്രസംഗിക്കാൻ അവൻ ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് അവനെ അപ്പൊ ഗലാത്യ വഴി ബിഥുനയിൽ പോയി പ്രസംഗിക്കാമെന്ന് ചിന്തിച്ചു. യേശുവിന്റെ ആത്മാവോ അവനെ തടഞ്ഞു. പൗലോസിനെ തടഞ്ഞു. എന്ന് പറഞ്ഞാൽ പൗലോസ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു, ഒരു അപ്പോസ്തലനായിരുന്നു. സപ്പോർട്ടിന്റെ സെറ്റപ്പ് നോക്കിയിട്ടല്ല പുള്ളിയുടെ മിനിസ്ട്രിയുടെ പോക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കുന്ന പോലെ ചെയ്തു. അപ്പോ തന്നെ പൗലോസിന് സ്വപ്നത്തിൽ
ഒരു വിഷൻ ദൈവം കൊടുത്തു, സ്വപ്നം കൊടുത്തു. മെക്കാധോനിയിൽ നിന്ന് ഒരു മനുഷ്യൻ വിളിക്കുന്നു, ഞങ്ങളുടെ അടുക്കൽ വന്ന് വരിക എന്ന് പറഞ്ഞു. അപ്പൊ അവന് മനസ്സിലായി മെക്കാധോനിയിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ ഞാനിത് പറയുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. പ്രൈസ്. അതുകൊണ്ടാണ് അവൻ എഴുതിയിരുന്നത്, ഹല്ലേലൂയ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം നിങ്ങൾ, ആത്മാവിൽ നടക്കുന്നവരായിരിക്കും എന്ന് പൗലോസ് പറഞ്ഞത്. ആത്മാവിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യും, ആത്മാവിൽ പ്രവചിക്കും, ആത്മാവിൽ ഭയങ്കര കാര്യങ്ങൾ ചെയ്യും, ഇറങ്ങി ആത്മാവിൽ നിന്ന് പുറത്തുപോയി ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. പക്ഷെ പൗലോസ് പറയാണ്, ആത്മാവിൽ നടപ്പിൻ. പൗലോസ് പൂർണ്ണ നിയോഗമുള്ളവനായിരുന്നു, പരിശുദ്ധ ആത്മാവിന് നിയോഗമുള്ളവനായിരുന്നു. ഈ നിയോഗത്താൽ പൗലോസ് ദൈവത്തിന്റെ ഹിതം പോലെ പ്രവർത്തിച്ചു. അപ്പൊ അതുകൊണ്ട് പൗലോസിന് ഒരു നേച്ചർ ഉണ്ടായിരുന്നു. എഫെസോസുകാർ പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കത്തില്ല. ബട്ട് ദൈവത്തിന്റെ ഹിതം എഫെസോസിന്റെ മേൽ വെളിപ്പെട്ടാൽ ഞാൻ ഇതിന്റെ അകത്ത് വീണ്ടും വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതമില്ലാതെ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിലും ശക്തി ഉണ്ടെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിലും ഫെയിം ഉണ്ടെങ്കിലും നിന്നിലൂടെ പട്ടണത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ ഹിതം നിന്റെ മേൽ, നിന്റെ പട്ടണത്തിന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ തുറന്നു വരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പണ്ട് ഇവിടുത്തെ കൺവെൻഷനൊക്കെ നോട്ടീസിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എഴുതുമായിരുന്നു, ദൈവഹിതമായാൽ നമ്മുടെ ഇത്രാമത് കൺവെൻഷൻ ഇന്ന ദിവസം നടത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കസാര ഇട്ടാലും പന്തലിട്ടാലും നോട്ടീസ് അടിച്ചാലും പബ്ലിസിറ്റി ചെയ്താലും എന്തുണ്ടാവണം? യാക്കോബിൻ ലേഖനം അതൊക്കെയാണ് പറയുന്നത്. ഇന്ന സ്ഥലത്ത് പോയി ഇത്ര ആണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇഫ് ഗോഡ് വില്ലിംഗ്, ഹല്ലേലൂയ. പൗലോസിന് അറിയാം ദൈവത്തിന്റെ ഹിതം ഈ പട്ടണത്തിന്റെ മേൽ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഈ പട്ടണത്തിലേക്ക് പരിശുദ്ധ ആത്മാവ് എന്നെ കൊണ്ടുവരും. അന്ന് എന്നെ കൊണ്ടുവരുന്ന ആത്മാവ് അപ്പോസ്തല പ്രവർത്തികളിലെ ചരിത്രത്തിൽ വെളിപ്പെടാത്ത അസാധാരണമായ അത്ഭുത പ്രവർത്തികൾ എഫെസോസിൽ തുടങ്ങും. ഈ പൗലോസിന്റെ മൂന്നാം മിഷണറി ജേർണി, തേർഡ് മിഷണറി ജേർണിയാണിത്. പൗലോസിന്റെ ശുശ്രൂഷയുടെ ക്യാമ്പ്, റിമാർക്കബിൾ പോയിന്റ് ആണ് എഫെസോസ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ പിടികിട്ടും. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തൊക്കെ ലേഖനങ്ങളുടെ റാണി എന്നൊക്കെ പറയുന്നത്. ഭയങ്കര കഴമ്പ. കാരണം അസാധാരണമായ ദൈവപ്രവൃത്തി പൗലോസിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട. പൗലോസിന്റെ ശുശ്രൂഷ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. പൗലോസ് ദൈവഹിതമുള്ള ഒരു പട്ടണത്തിലേക്ക് എൻ്ററായപ്പോൾ, നീ ദൈവഹിതമുള്ള ഒരു ഇടത്തേക്ക് നിന്റെ കാൽ വെച്ചാൽ, ദൈവം നിന്നെ കൊണ്ടു ചെന്ന് എത്തിച്ചാൽ, നിന്നെ മുഖാന്തരം ദൈവത്തിന്റെ ഹിതം നിന്നിലൂടെ പുറത്തു വരും. ഹല്ലേലൂയ. ഞാൻ പ്രവചിക്കുന്നു, ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ മേൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മാവ് എനിക്ക് നൽകി തന്ന പ്രവചന ശബ്ദം, എഫെസോസേ, നീ റിജക്ട് ചെയ്യപ്പെട്ടു എങ്കിൽ നീ ഇത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു, നീ ഇത് സ്വീകരിക്കപ്പെടുന്നു. വ്യാസം പറയും നിവൃത്തീകരണത്തിന് സമയം എന്ന് പറഞ്ഞു. ഇതിന്റെ അകത്ത് നിന്നിട്ട് എനിക്കറിയാം, ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നവരെല്ലാം ഈ ദൈവഹിതത്തിലേക്കാണ് കയറിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ദൈവഹിതത്തിലേക്ക്, 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 ദൈവ പദ്ധതിയിലേക്ക് നാളുകളായി നിങ്ങളുടെ മേൽ തുറക്കാതിരുന്ന ദൈവഹിതം ഇതാ സംഭവിക്കുന്നു. യേശു തൊട്ട് തെക്കബലി ദേശത്തേക്ക് ഒരാളെ അയച്ചാൽ, പൗലോസ് പോയ വഴി വേറൊരുത്തൻ അവിടെ എൻ്റർ ആയി, അപ്പല്ലോസ്. ഇത് 18, 19 അധ്യായം വായിച്ചാൽ മതി. അപ്പല്ലോസ് വന്നു. അപ്പല്ലോസ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പല്ലോസിന് ഇത്തരം കാര്യങ്ങളൊന്നും യേശുവിലൂടെയുള്ള വചനവും
അതുപോലെ പരിശുദ്ധാത്മാവെന്ന് അപ്പൊലോസിനെ അറിയില്ല. അപ്പൊലോസ് യോഹന്നാന്റെ ശിഷ്യനായതുകൊണ്ട് യോഹന്നാന്റെ മാനസാന്തരം, യോഹന്നാന്റെ തരത്തിലുള്ള വെളിപ്പാടും സുവിശേഷമൊക്കെ പുള്ളിയുടെ കയ്യിലുള്ളൂ. പുള്ളി അതൊക്കെ പറഞ്ഞപ്പോ ഈ പൗലോസ് എഫെസോസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന രണ്ട് വ്യക്തികളായിരുന്നു അക്വിലാവും പ്രിസ്കില്ലയും. ഒരു കപ്പിൾ, ഭാര്യയും ഭർത്താവും. ഇവന്മാരനെ എഫെസോസിൽ നിർത്തിയിട്ടാണ് പൗലോസ് എഫെസോസിൽ നിന്ന് പോയത്. അപ്പോ ഈ അപ്പൊല്ലോസ് എഫെസോസിൽ വന്നപ്പോൾ അപ്പൊല്ലോസിന്റെ മിനിസ്ട്രിയിൽ ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ, ഒരു ഫയർ ഉണ്ടെന്ന്, ഒരു കാമ്പ് ഉണ്ടെന്ന്, ഉത്സാഹമുണ്ടെന്ന്, നല്ല ആവേശമുണ്ടെന്ന് അക്വിലാവും പ്രിസ്കില്ലയ്ക്ക് മനസ്സിലായി. അന്നേരം അക്വിലാവും പ്രിസ്കില്ലയും ഇവന്റെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഇവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല ശാപ്പാടൊക്കെ കൊടുത്ത്, നല്ല ഫുഡൊക്കെ കൊടുത്ത്, യേശു ക്രിസ്തുവിലെ കൂടെയുള്ള വചനത്തെ ഇവന്റെ അകത്ത്, പരിശുദ്ധാത്മാവിന്റെ അകത്ത് കൊടുത്തു. ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അഭിഷക്തന്മാരെ ചേർത്തു പിടിക്കുന്ന, കയ്യിൽ ചേർത്തു പിടിക്കുന്ന ദൈവജനം സഭകളിൽ എഴുന്നേൽക്കട്ടെ. അഭിഷക്തന്മാരെ തടയുന്ന, അഭിഷക്തന്മാരെ അപവാദം പറയുന്ന, നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ഉള്ളപ്പോൾ ഒരു അക്വിലാവും പ്രിസ്കില്ലയും എഴുന്നേറ്റതുപോലെ. അതെ, ഒരു അഭിഷക്തനെ ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഒരു അഭിഷക്തനെ പൊളിക്കാൻ വളരെ ഈസിയാണ്, പക്ഷെ ഒരു അഭിഷക്തൻ പണിത് വരാൻ പ്രസവ വേദനയേക്കാൾ വേദനയുണ്ട്. എന്റെ മുറിക്കകത്തിരുന്ന് തോന്നുന്നത്, എഴുതി പിടിച്ച് ഒരു അഭിഷക്തനെ കരിവാരിത്തേക്കുമ്പോൾ, പൊളിച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ, അപവാദം പറയുമ്പോൾ, അക്വിലയും പ്രിസ്കില്ലയും അക്വിലാവും നമുക്കൊരു മോഡലായിരിക്കട്ടെ. ഇവന്റെ കയ്യിൽ ഭയങ്കര ഫയർ ഒന്നുമില്ലെങ്കിലും ഇവനെ പൊക്കി, ഇവനെ ഉത്സാഹിച്ചു കൊടുത്തു. അങ്ങനെ അപ്പൊല്ലോസ് ശക്തമായിട്ട് എഫെസോസിൽ മിനിസ്റ്റർ ചെയ്തു. പൗലോസ് പോയപ്പോ അപ്പൊല്ലോസ് വന്നു. അങ്ങനെ 19-ാം അധ്യായം തുടങ്ങുന്നത് അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ. അപ്പൊ അപ്പൊല്ലോസിന് ഒരു ചെറിയ പീരീഡ് അവിടെ വെച്ചിരിക്കായിരുന്നു. അപ്പൊല്ലോസ് എഫെസോസ് എന്ന് മാറി. അപ്പോൾ പൗലോസ് 19-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? And it happened while Apollos was at Corinth, Corinth, that Paul having passed through the upper region, came to Ephesus. And came to Ephesus. മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത്, അവൻ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പോൾ ദൈവഹിതം ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയ പൗലോസ് 19-ാം അധ്യായത്തിലെത്തിയപ്പോൾ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. എനിക്കറിയത്തില്ല, കഴിഞ്ഞ ദിവസം എന്നെ ഇസ്രായേലിൽ നിന്ന് ഒരു സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മെസ്സേജ് കേട്ടു യൂട്യൂബിൽ, എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, രാവിലെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ, ഈ വേർഡിന്റെ അകത്ത് നിന്ന് ഉൾപ്രദേശങ്ങളിലൂടെ. ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാവിലെ പറഞ്ഞ സമയത്ത് കോള് വന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് നിങ്ങളൊരു സ്ഥലത്ത് എഫെസോസിലെത്തും. അപ്പൊ അവരോട് പറഞ്ഞു, ഇറ്റലിയിലെ ഉൾപ്രദേശങ്ങളിലുള്ള ഒരു ജോലിക്ക് ഞാൻ ഒരു എന്താ പറയുക സെലക്ഷൻ ആവാൻ വേണ്ടി ആ ഷോർട്ട് ലിസ്റ്റിൽ നിൽക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ഉൾപ്രദേശങ്ങൾ. അപ്പൊ പുള്ളിക്കാർക്ക് പറഞ്ഞു, ഉൾപ്രദേശങ്ങളിൽ തന്നെയാണത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്നോട് ദൈവം ഒരു വാക്ക് പറയുന്നു, ഉൾപ്രദേശം. അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു, ഞാൻ ഉൾപ്രദേശത്തേക്കാ പോണത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ കേൾക്കുന്നുണ്ടായിരിക്കാം, നിന്റെ മേൽ അത് സംഭവിക്കട്ടെ. ഇന്ന് പകലിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ജനം എവിടെയുണ്ടോ, നീ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഇടത്തേക്ക് ദൈവത്തിന്റെ ഹിതം നിന്റെ മേൽ വെളിപ്പെട്ട് നിന്നെ എത്തിക്കുവാൻ പോകുക.
അപ്പോ കഴിഞ്ഞ ദിവസം പൗലോസ് ഇതിനെ തിരസ്കരിച്ചു. പക്ഷെ ദൈവഹിതം അതിന്റെ മേൽ വീണ്ടും വന്നു. എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറഞ്ഞു, ഈ പട്ടണത്തിന്റെ മേൽ ഒരു ദൈവഹിതം വെളിപ്പെടും. എന്നോട് പറയാൻ പറഞ്ഞു, നിങ്ങളുടെ മേൽ ദൈവഹിതം വെളിപ്പെടും. നിങ്ങളുടെ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊല്ലോസ് ദൈവഹിതത്തിലോട്ട് കയറിയപ്പോൾ സത്യത്തിൽ ഇനിയാണ് മെസ്സേജ് തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ സമയം എത്തിക്കഴിഞ്ഞു. ഇതുവരെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞത്. ഇതറിഞ്ഞെങ്കിൽ ഞാൻ വന്നിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതോടുകൂടി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ മെസ്സേജിലേക്ക് കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോ ഈ പൗലോസ് ദൈവത്തിന്റെ ഹിതത്താൽ, ഞാൻ ചോദിച്ചു കർത്താവ്, ഞാൻ കുറെ പ്രാവശ്യം ഉൾപ്രദേശം ഇങ്ങനെ പറഞ്ഞിട്ട് എന്റെ പ്രാർത്ഥന മുറികളിൽ നടന്നു. അപ്പൊ കർത്താവിന് ഇവനെ ഈ മേജർ ടൗൺ, ഈ എഫെസോസ് എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് എ ഗ്രേറ്റ് പോർട്ട് സിറ്റി, ഭയങ്കര വ്യാപാര കേന്ദ്രമാണ്. മതങ്ങളുടെയും ദൈവങ്ങളിലൊക്കെ തള്ളിക്കയറ്റമുള്ള ഒരു പട്ടണമാണ് എഫെസോസ്. ഗ്രീക്കുകാരും യഹൂദന്മാരും തിങ്ങി പാർക്കുന്ന, ഭയങ്കര നോളജൊക്കെ ഉള്ള, ഭയങ്കര ക്വാളിറ്റിയൊക്കെ ഉള്ള, റോമൻ ഗവൺമെന്റ് ഭയങ്കര കൺട്രോളിൽ നിൽക്കുന്ന ഒരു സ്ഥലമൊക്കെ ആണ് ഇത്. അപ്പോൾ ഗ്രീക്കുകാർ ഭയങ്കരമായിട്ട് അവിടെ ഉണ്ട്, അതിൽ യഹൂദന്മാരുണ്ട്. അപ്പോൾ ഇത്തരം ഭയങ്കര ദൈവങ്ങളൊക്കെ, ഒത്തിരി ദൈവങ്ങളും ദേവതകളും മദർ ദൈവങ്ങളൊക്കെ, മദർ ഗോഡൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതൊക്കെ. ആ സ്ഥലത്തേക്ക് പൗലോസ് എത്തിച്ചേർന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോൾ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. പൗലോസ് ഈ മെയിൻ സിറ്റിയിലേക്ക് എത്തണേക്കാൾ മുമ്പ് ഈ സിറ്റിയോട് റിലേറ്റഡ് ആയി കിടക്കുന്ന റൂറൽ ഏരിയകളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു. ഉൾപ്രദേശങ്ങളിലൂടെ, ഇംഗ്ലീഷിൽ അതിനെ അപ്പർ റീജിയൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, മലയാളത്തിൽ ഉൾപ്രദേശങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഉൾവഴികളിലൂടെയും ഗ്രാമങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ച് അവൻ മെയിൻ സിറ്റിയിലേക്ക് എത്തി. എന്തിനാണെന്നറിയുമോ? യേശു ഒരു സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടുന്ന് വിവിധ ഊരുകളിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന്, ചുറ്റും പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ യേശു പാർക്കുന്ന, യേശു ശുശ്രൂഷ ചെയ്യുന്ന പട്ടണത്തിലേക്ക് ജനം കൂട്ടമായി വന്നു. എഫെസോസിന്റെ ചുറ്റും കിടക്കുന്ന ഉൾപ്രദേശങ്ങളൊക്കെ കർത്താവിന്റെ ശക്തി അറിഞ്ഞു. ഞാൻ പ്രവചിക്കുന്നു, കുന്നംകുളത്തിന്റെ ഉൾപ്രദേശങ്ങൾ ചുറ്റും പാർക്കുന്ന ദേശങ്ങളെല്ലാം പുനരുദ്ധാരണത്തിന്റെ യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള ശക്തി തിരിച്ചറിയുവാൻ പോകുകയാണ്. പട്ടണത്തിലേക്ക് വരുവാൻ പോകുന്നു കൂട്ടമായി. ഈ ഉൾപ്രദേശം എന്നൊക്കെ പറയുമ്പോ അത് ഇറ്റ്സ് നോട്ട് ഈസി വേ. ദർ ഇസ് നോ എനി സൂപ്പർ എക്സ്പ്രസ് ഹൈവേ. അവിടെ ഒരു സൂപ്പർ എക്സ്പ്രസ് ഹൈവേ ഒന്നുമില്ല. ചിലപ്പോ മതിൽ ചാടി നല്ല മല മുകളിൽ കയറി, നല്ല ഹയർ ആയിട്ടുള്ള പൊക്കമുള്ള നല്ല മല പോലെ സ്ഥലങ്ങളൊക്കെ കയറി ഇല്ലാത്ത വഴിയൊക്കെ ആക്കിയിട്ടായിരിക്കാം പൗലോസ് എഫെസോസിൽ എത്തിയത്. ഭയങ്കര എഫേർട്ട് എടുത്ത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഉൾ റീജിയനുകൾ, ഉൾപ്രദേശങ്ങളെ തൊടുന്ന ഒരു ശക്തമേറിയ ദൈവിക അഭിഷേകം പട്ടണത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിന്റെ ഉൾപ്രദേശങ്ങൾ, നിന്റെ ജീവിതത്തിൽ ആരും കാണാത്ത ഉൾപ്രദേശങ്ങൾ, മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത നിന്റെ വിഷയങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി അടിക്കുവാൻ പോകുന്നു. നിന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു. ഇനിയുള്ളത് 2-3 മിനിറ്റിനകത്ത് ഞാൻ പറയട്ടെ. ഇതാണ് ശരിക്കും മെസ്സേജ്. പക്ഷേ ദൈവഹിതത്തോടുകൂടി അവിടെ എത്തിയപ്പോൾ പൗലോസിന്റെ മിനിസ്ട്രി ചേഞ്ചായി. പത്രോസും യോഹന്നാനൊക്കെ ചെയ്ത ശുശ്രൂഷ ഇപ്പൊ പൗലോസ് ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ ശുശ്രൂഷയിൽ ഈ 19-ാം അധ്യായമൊക്കെ അതിന്റെ ഈ 19 അതിന്റെ 11-12 വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മേയ്മേൽ നിന്നും റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും. എഫെസോസിൽ എത്തിയപ്പോൾ ഇതുവരെ
പൗലോസിന്റെ മിനിസ്ട്രിയിൽ വെളിപ്പെടാത്ത അസാധാരണ റിലം വെളിപ്പെട്ടു. Amen. എന്താ കാരണം? അവൻ ദൈവഹിതത്തിന്റെ അകത്ത് ചലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഹിതം ഒരു പട്ടണത്തിന്റെ മേൽ വെളിപ്പെട്ടാൽ അസാധാരണ ഉണർവ്, അസാധാരണ അത്ഭുതങ്ങൾ ആ പട്ടണത്തിന്റെ മേൽ തുറക്കും. നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടാൽ നീ ഇതുവരെ കേൾക്കാത്ത, കാണാത്ത വിഷയങ്ങൾ, അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ശുശ്രൂഷകന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ സംഭവിക്കും. അത് എഫെസോസിലാണ് തുറന്നു. ഞാൻ പറയുന്നു, അത് കുന്നംകുളത്ത് തുറക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന അഭിഷക്തനെ, നിന്റെ പട്ടണത്തിൽ തുറക്കും. നീ ആയിരിക്കുന്ന രാജ്യത്ത് തുറക്കും. നിന്റെ സഭയിൽ തുറക്കും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മേൽ നിന്നും റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ദൈവം പൗലോസ് മുഖാന്തരം, ഒന്നുകൂടെ പറയട്ടെ, പൗലോസ്, ദൈവത്തിന് ഒരുവന് മുഖാന്തരമായി കിട്ടണം. God never worked himself anything. He using the person who willing to consecrate his life. ദൈവം തന്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു മനുഷ്യനെ വിറ്റാണ് തന്റെ അത്ഭുതങ്ങൾ ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ, സഭകളിൽ ചെയ്യുന്നത്. ദൈവം പൗലോസ് മുഖാന്തരം, പൗലോസ് ദൈവത്തിന് ചെയ്തോടെ, ദൈവത്തിന്റെ വില്ല് ഒരുത്തിന്റെ മേൽ വരും. ഞാൻ പറയും, ദൈവത്തിന്റെ വില്ല് ഇഷ്ടം ഒരുത്തിന്റെ മേൽ വരുമ്പോൾ ഒരുത്തൻ സമർപ്പിക്കാനുണ്ടാവണം. ഒരുത്തൻ സമർപ്പിക്കാനുണ്ടാവണം. അങ്ങനെ സമർപ്പിക്കുന്നതിനെ വെച്ച് ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നീ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചോ, നിന്റെ ഭവനത്തിൽ അത്ഭുതം സംഭവിക്കുന്നു. നിന്റെ പ്രാർത്ഥനയിൽ അത്ഭുതം സംഭവിക്കുന്നു. നിന്റെ തലമുറയിൽ അത്ഭുതം സംഭവിക്കുന്നു. നിന്റെ വിഷയങ്ങളിൽ അത്ഭുതം സംഭവിക്കുന്നു. ഇവന്റെ മേൽ നിന്ന് റൂമാലുകൾ കൊണ്ടിട്ടപ്പോൾ, ഹല്ലേലൂയ, അവന്റെ ശരീരത്തിൽ കിടന്ന കർച്ചീഫുകൾ ഒരു വ്യക്തിയുടെ മേൽ കൊണ്ടിട്ടപ്പോൾ സൗഖ്യം വന്നു. പത്രോസിന്റെ നിഴലൊക്കെ തട്ടി രോഗികൾ സൗഖ്യമായി. പൗലോസിന്റെ ശുശ്രൂഷ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ, ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടപ്പോൾ ദേശം ഭയങ്കര റിവൈവലിലേക്ക് എത്തി. ഓ ജീസസ്. റൂമാലികളൊക്കെ കൊണ്ടിട്ടപ്പോൾ സൗഖ്യം വന്നു തുടങ്ങി. ഞാൻ പറയുന്നു, ഒരു അപ്പോസ്തലിക കാലഘട്ടം, ഇതാ ശുശ്രൂഷകളിൽ തിരിച്ചു വരുവാൻ പോകുന്നു. ഇതാ അഭിഷക്തന്മാർ അതിനുവേണ്ടി തയ്യാറാവുക. നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധ ആത്മാവിന്റെ മുമ്പാകെ ഇതാ കീഴ്പ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ മേൽ നിന്ന് സാധാരണ വിശ്വാസിയെ, പ്രാർത്ഥിക്കുന്നവനെ, അഭിഷക്തനെ, നിന്റെ മേൽ നിന്ന് റൂമാലുകൾ കൊണ്ടിടുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ അഴിഞ്ഞു മാറും. ഇതാണ് പെന്തക്കോസ്റ്റലിസം. ഇതാണ് ആദ്യകാല പെന്തക്കോസ്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നേ ഈ വചനത്തില്. പൗലോസ് എഫെസോസിലേക്ക് വന്നപ്പോ പൗലോസ് ഇവരോട്, ജനത്തോട് ചോദിച്ചു, നിങ്ങൾ ആരുടെ സ്നാനമാണ് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്
ഹേ ശ്രദ്ധിച്ചേ, ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ടിട്ട് പോലുമില്ല. ഉടൻ തന്നെ പൗലോസ്, ആയേതാണ് വചനം അറിയാത്തവൻ ആരാണ് ഇവിടെ വന്ന് ശുശ്രൂഷിക്കണേ, ഇവനൊക്കെ ആരാണ് ഇവിടെ ശുശ്രൂഷിക്കാൻ അവസരം കൊടുത്തത്? അങ്ങനെ പൗലോസ് വിളിച്ചു പറഞ്ഞോ? ഇന്നാണെങ്കിലോ ഇവനൊക്കെ ആരെ പാസ്റ്ററാക്കിയ, ഇവനെ ആരെ പ്രവാചകനാക്കിയ, ഇവനൊക്കെ ആരെവിടെ ശുശ്രൂഷിപ്പാൻ അവസരം കൊടുത്തേ? Pavlos, he is not lead by the emotion, not human. He is leading by the Holy Spirit. ദൈവസഭയ്ക്ക് ദൈവം അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, സുവിശേഷകന്മാരെ, ശുശ്രൂഷക ഇടയന്മാരെ നൽകി തന്നിട്ടുണ്ട്. ഇത് പരസ്പരം പോരടിക്കാനും തെറി വിളിക്കാനും പഴി ചാരാനല്ല ഈ ഒരു പൊസിഷൻ തന്നത്. നീ ഒരു ഉപദേഷ്ടാവാണോ, നീ വചനം ഉപദേശിക്ക, അല്ലാണ്ട് പ്രവാചകനെ ചീത്ത വിളിക്കാനോ അപ്പോസ്തലനെ ചീത്ത വിളിക്കാനല്ല നിൽക്കേണ്ടത്. ദൈവം നിനക്ക് തന്നത് നീ ചെയ്യുക. ഒരു ശരീരത്തിന്റെ വ്യത്യസ്ത അവയവങ്ങൾ പോലെ അവൻ അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, ഇടയന്മാരെ, സുവിശേഷകന്മാരെ വെച്ചു. നീ ഇതിലേതാണോ നീ അത് ചെയ്യുക. അല്ല എങ്കിൽ നിന്റെ സ്ഥാനത്ത് നിന്ന് ദൈവം നിന്നെ പറിച്ചു കളയും. റാമാന ഹാസ. പൗലോസ് ചൂടായിരുന്നില്ല. പൗലോസ് യേശുവിന്റെ സ്നാനത്തെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും സംസാരിച്ചു. അവിടെ ഭയങ്കര രസമായത്, പൗലോസ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിടെ മേൽ വന്നു. പൗലോസ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിടെ മേൽ വന്നു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു. I unlocked the speaking tongues in the name of Jesus Christ. പൗലോസ് കൈവച്ചപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. കൈവപ്പ് ശുശ്രൂഷ അന്നുണ്ട് ഇന്നുണ്ട് കേട്ടോ. കയ്യാങ്കളി മാത്രമേ ഇല്ലാത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് കൈവച്ച് ഇംപാർട്ട് ചെയ്തു. ഇവർ അവർ അന്യഭാഷയിൽ സംസാരിച്ചു. പ്രാപിച്ചവന് മാത്രമേ പകരുവാൻ കഴിയുള്ളൂ. നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നവനാണോ, നിന്നെ കൊണ്ട് ദൈവം ജനത്തിന്റെ മേൽ പകരുവാൻ ഒരു സീസൺ ഉപയോഗിക്കും. അന്നേരം പൗലോസ് കൈവച്ചപ്പോ അസൂയ പൂണ്ട് കുറന്മാരെ അവിടെ എഴുന്നേറ്റു. ഞാൻ അതൊന്നും പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ 19 അധ്യായത്തിന്റെ ഒരു ഭാഗത്തേക്ക്, ലാസ്റ്റ് ഭാഗത്ത് ചെല്ലുമ്പോ യഹൂദന്മാരിൽ മന്ത്രവാദികളായ ചിലർ, ഞാൻ യഹൂദന്മാരിൽ മന്ത്രവാദികളോ, പിന്നെ praise the Lord, hallelujah, praise the Lord, hallelujah, praise the Lord, hallelujah. യഹൂദന്മാർ മന്ത്രവാദികളായ ചിലർ പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷത്തോടെ എതിർത്തു. പൗലോസ് ശക്തമായി പ്രസംഗിച്ചു. അന്നേരം എന്താ പോച്ചറിയോ, അതിലോ ഒരുത്തൻ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അവനെ ന്യായം വിധിച്ചു. അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അവിടെ വന്നപ്പോ ഇതെല്ലാം കണ്ടപ്പോ ഒരുപാട് പേർ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ച് സ്നാനമേറ്റു. അവരുടെ ശുദ്ധര പ്രവർത്തികൾ ചെയ്യുന്ന പുസ്തകങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് തീയിട്ടു. അങ്ങനെ എഫെസോസിൽ ഒരു മാസീവ് റിവൈവൽ ഉണ്ടായി. ആഭിചാരത്തിന്റെ കെട്ടിൽ കിടക്കുന്ന എഫെസോസിനെ ദൈവത്തിന്റെ ഹിതം വെളിപ്പെട്ടപ്പോൾ കർത്താവ് തൊട്ട് ഒരു ഭയങ്കര റിവൈവലിലേക്ക് എത്തിച്ചു. എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുവാൻ പറയുന്നു, പട്ടണമേ, നിന്റെ മുഖങ്ങൾ തീക്കിരയാക്കുന്ന ഒരു സമയം അതിവിദൂരമല്ല. നിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ തീ പടരുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. അതിന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നത് ഞാൻ കാണുന്നു.
അങ്ങനെയുള്ള ചില ഇടങ്ങൾ, ചില എലമെന്റുകൾ കത്തും. ചില എലമെന്റുകൾ പട്ടണത്തിൽ കത്തും, പട്ടണത്തിൽ കത്തും. യേശുവിന്റെ നാമത്തിൽ ഐ ബ്രോസ് മേനിയാന്റ ആൽബറാസിയാന്റോന പാറാസ്കോലിയ ലാബ്രോ മാക്കോ സേഖി ലാഖോ. അങ്ങനെ വചനം പരന്നു എഫെസോസിലും അതിന്റെ ചുറ്റുവട്ടത്തും. എപ്പോൾ? ദൈവഹിതം വെളിപ്പെട്ടപ്പോൾ. ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ ഒരു ദൈവഹിതം വെളിപ്പെടുന്നു. നിന്റെ കുടുംബത്തിന്റെ മേൽ, നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ ഒരു അസാധാരണ ദൈവഹിതം വെളിപ്പെടുന്നു. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഒരു ഓഫറിങ്ങിന്റെ സമയം കൂടെയാണ്, ഓഫറിങ്ങിന്റെ സമയം. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളെ കരങ്ങളിലെടുത്ത് ഞാൻ അതിനെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. റോസിയാന്റ ഹായ് ബ്രോസ്മേനിയാന്റ ലാംബ്രോസ്മേനിയ ലാംജസ്കോറിയാന്റേന ലാംബ്രോസ്മേനിയാന്റേന റീസിയാന്റാന. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു വിത്ത് വിതയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ പേ നമ്പറാണ് കോണ്ടാക്ട് നമ്പറിൽ പോകുന്നത്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിതയ്ക്കുവാൻ കഴിയും. ഐ ബ്രോസ്മേനിയാന്റ ലാംബോ റോഹോസേകെ ബാറുസ്കേനിയാന്റ ലാഹസ്. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, ഈ ജനത്തിലുള്ള സാമ്പത്തിക നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ഒരു അസാധാരണ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവർ വിതയ്ക്കുന്ന ഈ വിത്ത് ഒരു അസാധാരണ വളർച്ചയിലേക്ക്, ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ, ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തട്ടെ. അതിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു കോറസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പ്രത്യേക തലമുറകളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാത്തവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ഫ്രണ്ടിലോട്ട് വന്നേ. ഹായ് ബ്രോസിയ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ. തലമുറകളില്ലാത്തവർ ഓൺലൈനിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ വാച്ച് ചെയ്യുന്നവർ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉദരത്തെ കർത്താവ് തൊടുന്നു, ഉദരത്തെ കർത്താവ് തൊടുന്നു. നിങ്ങളുടെ മേലൊരു തലമുറയുടെ നന്മകൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾ മുന്നോട്ട് വന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ആരെങ്കിലും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. അഭിഷക്തന്മാരെ, ഇവരുടെ നേരെ കൈനീട്ടി പ്രാർത്ഥിച്ച ഇതിന്റെ മേലൊരു അസാധാരണ അത്ഭുതം വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ മേലുള്ള സകല ഈവിൾ ബോണ്ടേജുകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഉടച്ചു കളയുന്നു. ഇവന്റെ മേലുള്ള പാരമ്പര്യ ശക്തികൾ ആഴ്ന്നു പോകട്ടെ, ഫ്രീ ആകട്ടെ. ഒരു അസാധാരണ ദൈവശക്തി വെളിപ്പെടും. ഒരു അസാധാരണ ദൈവശക്തി ഇവളുടെ മേൽ അടിക്കട്ടെ. ദൈവശക്തി അടിക്കട്ടെ. ദൈവശക്തി അടിക്കട്ടെ. Fire! 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 തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. പ്രൊഡക്റ്റീവ് ആകട്ടെ. ദൈവശക്തി ഇവരുടെ മേലടിക്കട്ടെ. ദൈവശക്തി എല്ലാ സ്പിരിറ്റ് ഓഫ് പാരന്റ്സ്
ഇപ്പോൾ ഇവളെ വിട്ടു പോവുക. സ്പിരിറ്റ് ഓഫ് പാരൻ ഇവനെ വിട്ടു പോവുക. ഫയർ ഇവനുമേൽ ദൈവ ശക്തി വെളിപ്പെടട്ടെ. ദൈവ ശക്തി വെളിപ്പെടട്ടെ. ദൈവ ശക്തി വെളിപ്പെടട്ടെ. In Jesus. In Jesus. കരങ്ങളടിച്ച് ചില നിമിഷം കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് കരങ്ങളടിച്ച് അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് ഈ റൂമാലുകൾ ഇവളുടെ മേൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കട്ടെ. ഉറവകൾ തുറക്കട്ടെ. എല്ലാ പാരമ്പര്യ ശക്തികൾ അന്യാരാധന ശക്തികൾ ഉടയട്ടെ. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച് കരങ്ങളടിച്ച് അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയിൽ ദിഗരം ദിഗരം തുഗരം ദിഗലം തോ ദിഗരം 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 തോ ദിഗരം ദിഗരം തോ ദിഗരം തോ ദിഗരം തോ ഒരു അസാധാരണമായ ഹീലിംഗ് ശരീരത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ രോഗാത്മാവും ശരീരത്തിൽ നിന്ന് ആഴിഞ്ഞു മാറട്ടെ. ഓൺലൈൻ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവർ ഇപ്പോൾ പ്രാപിക്കുക ദൈവിക ശക്തിയെ, ദൈവിക വിടുതലിനെ ഇപ്പോൾ പ്രാപിക്കുക. ഒരു ദൈവിക ശക്തി നീ തലമുറയില്ലാത്തവനോ തലമുറയില്ലാത്തവളോ ഇപ്പോൾ നിന്റെ ഉദരത്തെ സ്വർഗം തൊടുന്നു. യെസ്, രോഗികൾ സൗഖ്യം പ്രാപിക്കുക. രോഗികൾ സൗഖ്യമാവുക. തികരം ധീരാജ സേനികോ ഐടകരം തികരോജോ ഓരിവരം ധീരാജ സേനികരകതോ തികരം തികരാജകരകതകരം ധോ തികരം തികരാജകരകതകരം ദലവൈടകരം ധോ യോരാഗ സേനികരം ധോ ലോഗോ യോരാഗമാനരം ധോ കരമനാഗരം ധോ ലോഗോ Korobo logo rondo lobo ay marasegi fire 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 എല്ലാ രോഗങ്ങൾ മാറട്ടെ. എല്ലാ രോഗങ്ങൾ മാറട്ടെ. ദൈവശക്തിയുടെ മേൽ അടിക്കട്ടെ. ദൈവശക്തി 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 പുനരുദ്ധാരണത്തിന്റെ ശക്തി പുനരുദ്ധാരണത്തിന്റെ ശക്തി ദൈവശക്തി ബോണ്ടേജുകൾ പൊട്ടട്ടെ. ബോണ്ടേജുകൾ പൊട്ടട്ടെ. എല്ലാ ദുരാത്മാവിന്റെ ശക്തികൾ ഉടയട്ടെ.
ഉടയട്ടെ. ദൈവശക്തി, ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി, ദൈവശക്തി അടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി, അസാധാരണ ഹീലിംഗ്, അസാധാരണ ഹീലിംഗ്, അസാധാരണ ഹീലിംഗ്. ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ, ദൈവശക്തി അടിക്കട്ടെ. ഓ രാംധേ Ramzi, White, Aibo, Ligos, Aibo, Siate, Vishwadada. എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ രോഗിയാണെങ്കിൽ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ രോഗമുള്ള ഇടങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ ഏതുമാകട്ടെ. ഓൺലൈൻ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവർ, ഫേസ്ബുക്കിൽ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർ, നിങ്ങൾ രോഗിയാണ്, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ പുനരുദ്ധാരണത്തിന്റെ ശക്തി, പെന്തക്കോസ്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇന്ന് പകലിൽ കർത്താവ് അടിപ്പിക്കുന്നു. അരോഗമുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ഈ ജനം വിശ്വാസത്തോടെ കരങ്ങൾ വെച്ചിരിക്കുമ്പോൾ അവിടെ ദൈവ ശക്തി അടിക്കട്ടെ. Every spirit of demonic power that's behind working every sickness, now I command you, you spirit out. രോഗങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്ന സകല demons ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ജനത്തിൽ നിന്ന് പുറത്തു പോ. Be healed. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാവുക. ഞാൻ നിന്നെ ഞാൻ നിന്നെ ഇപ്പോൾ സൗഖ്യങ്ങൾ നടക്കുന്നു, സൗഖ്യങ്ങൾ നടക്കുന്നു, സൗഖ്യങ്ങൾ നടക്കുന്നു. യേശുവേ, ആ നാമത്തെ ഒന്ന് വിളിച്ചാട്ട് എത്ര പഴകിയ രോഗങ്ങളും ഇപ്പോൾ ശരീരത്തിൽ നിന്ന് ആഴിഞ്ഞു മാറുന്നു. യേശുവേ എന്ന് വിളിച്ചാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ, യേശുവേ. സൗഖ്യം പ്രാപിക്കാം. നീ എന്നെ ഒരു ഹീലിംഗ് ഡ്രോപ്പ് സ്വർഗത്തിൽ നിന്ന് ചിലരുടെ ശരീരങ്ങളിലേക്ക് ചില തുള്ളികൾ വീഴുന്നത് പോലെ ഇപ്പോൾ ഹീലിംഗ് ഡ്രോപ്പുകൾ സംഭവിക്കുന്നു. ചിലരുടെ മേൽ സ്വർഗത്തിൽ നിന്ന് ഹീലിംഗ് ഡ്രോപ്പുകൾ, സ്വർഗത്തിൽ നിന്ന് ഹീലിംഗ് ഡ്രോപ്പുകൾ, ഹീലിംഗ് ഡ്രോപ്പുകൾ, ഹീലിംഗ് ഡ്രോപ്പുകൾ, ഹീലിംഗ് ഡ്രോപ്പുകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കും. യേശു, യേശു, യേശു ആരിലും വലിയവൻ. യേശു, യേശു, യേശു ആരിലും മതിയായവൻ. യേശു ആരിലും മതിയായവൻ. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ശരീരങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. സൗഖ്യങ്ങൾ പ്രാപിച്ചതിന്റെ ടെസ്റ്റ് മണികളെ അടുത്ത ദിവസങ്ങൾ പറയാൻ തയ്യാറാവുക.
കർത്താവ് നിങ്ങളിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു. എന്നെ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ, യൂട്യൂബിൽ ഫേസ്ബുക്കിൽ വാച്ച് ചെയ്യുന്നവർ, നിങ്ങളുടെ മേൽ അസാധാരണ ശക്തി ഇറങ്ങുന്നു. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ദൈവശക്തി പ്രവഹിക്കുന്നു. ചിലരുടെ മേൽ നിന്ന് വാരിയലിന് റിലേറ്റഡ് ആയിട്ട്, ഇടത് സൈഡിന് റിലേറ്റഡ് ആയിട്ടുള്ള ചില സൗഖ്യങ്ങൾ നടക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധ ആത്മാവ് ചിലർ ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഒരു രേഖ 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 കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു. ദൈവിക വിടുതലുകൾ ഉണ്ടാകുന്നു. ഇന്ന് 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 ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ശരീരങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന്. ഈ മീറ്റിംഗ് ആശീർവാദം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ, നിങ്ങളുടെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ, സ്ക്രോളിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, അസാധാരണമായ തലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടാകുവാൻ പോകുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ, ഒരു ദൈവിക ശബ്ദം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് സ്പിരിറ്റിൽ നിങ്ങളെ നിയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. ഈ കുന്നംകുളത്തിൻ്റെ പരിസരത്തൊക്കെ ഇത് വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ അഭിഷേകമായി നിങ്ങൾ കണക്ട് ആവുക. ഈ ശുശ്രൂഷയുമായി താല്പര്യപ്പെടുന്നുവെങ്കിൽ കണക്ട് ആവുക. ദൈവം അസാധാരണമായ ഒരു അപ്പോസ്തലിക്കൽ മാന്റൽ ഇതിന്റെ മേൽ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. ദേശത്ത് ഇതിന്റെ മേൽ ഒരു പ്രത്യേക അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്ന് നീയായിരിക്കും. അത് നിന്റെ മേൽ തുടങ്ങട്ടെ. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഈ വചനം മൂലം ഈ ജനത്തിന്റെ മേൽ ദൈവഹിതം ഓപ്പൺ ആയതിനാൽ നന്ദി. അസാധാരണ ഉറവകൾ തുറക്കട്ടെ. റാംസസ്